നമസ്കാരം, അനുജാസ് ടീച്ചിങ് ആസ്പിരൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത ചർച്ചാ വിഷയങ്ങൾ ഒന്ന് ക്രോഡീകരിക്കുകയാണ്. വാട്സപ്പ് ഗ്രൂപ്പിൽ ഓരോ ദിവസവും ഓരോ ചർച്ചാ വിഷയങ്ങൾ തരാറുണ്ട്. അപ്പോൾ ആ ചർച്ചാ വിഷയങ്ങളെ കുറിച്ച് നിങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞു. അത് ഞാൻ വേണ്ട തിരുത്തലുകൾ വരുത്താറുമുണ്ട്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഇതൊരു മോഡൽ എന്ന നിലയിൽ ഞാൻ ഇടുന്ന വോയിസുകളെ ഒന്നിച്ചാക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കണക്ട് ചെയ്തെടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്. മിസ്സാകില്ല, ഇടുന്ന ഒരു വോയിസ് മിസ്സാകാതെ വീഡിയോ ക്ലാസ് പോലെ തന്നെ നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്താനാകും. അപ്പോൾ ചർച്ചാ വിഷയങ്ങളിലേക്ക് കടക്കും മുമ്പ് നിങ്ങളോട് പറയാനുള്ളത്, ഇതിനകത്ത് ഞാൻ കൂടുതലും പോയിന്റുകൾ ഉൾപ്പെടുത്തി നിങ്ങളോട് സംസാരിക്കുന്ന രീതിയിലാണ് പറയുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇന്റർവ്യൂവിന്റെ രീതിയിലാണ് പറയേണ്ടത് അല്ലേ. അപ്പോൾ ആ പോയിന്റുകളൊക്കെ ഏതൊക്കെ ഉൾപ്പെടുത്തണം എന്നൊരു ധാരണ നിങ്ങളിൽ ഉണ്ടായിരിക്കണം. പ്രധാനപ്പെട്ട പോയിന്റുകൾ ആദ്യം പറയാനായിട്ടൊന്ന് ശ്രമിക്കണം. കാര്യം നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ പ്രസക്തമായ കാര്യങ്ങൾ മാത്രമേ പറയൂ. അതുകൊണ്ട് എനിക്കൊരു 5 പ്രസക്തമായ പോയിന്റ് മതി എന്ന് ചിന്തിക്കാൻ പാടില്ല. കാരണം നമുക്ക് അതിനെക്കുറിച്ച് ഡീപ്പ് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത ചോദ്യം ഈ ഒരു സബ്ജക്റ്റിനെ കണക്ട് ചെയ്തായിരിക്കും ചിലപ്പോൾ ചോദിക്കുക. അങ്ങനെ വരുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വിഷയങ്ങളായി തന്ന് അതിനെക്കുറിച്ച് പൂർണ്ണമായി സംസാരിക്കാൻ പ്രാപ്തരായിരിക്കണം എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം, ഓരോ വിഷയത്തിലേക്കും പോകാം. അപ്പൊ ഒന്നാമത്തെ ദിവസം നമ്മൾ സംസാരിച്ചത് നിങ്ങളുടെ ഹോബി എങ്ങനെ നിങ്ങളുടെ അധ്യാപനത്തെ സഹായിക്കും എന്നുള്ള ചോദ്യമായിരുന്നു. നിങ്ങളുടെ ഹോബി അത് നിങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഹോബിയാണ്. ഈ ഒരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ അതിനെ സ്കൂളുമായും കുട്ടികളുമായും കണക്ട് ചെയ്ത് സംസാരിക്കണം. ഒന്ന്, സ്കൂളിന്റെ പുരോഗതിക്ക് മൊത്തത്തിലായി നിങ്ങൾക്ക് എന്തെങ്കിലും ആ ഹോബി കൊണ്ട് ചെയ്യാനാകുമോ, ടാലന്റ് ലാബുമായി ബന്ധപ്പെട്ടൊക്കെ ചെയ്യാനാകുമോ എന്ന രീതിയിലും, നിങ്ങളുടെ ക്ലാസ് റൂമിൽ നിങ്ങളുടെ അധ്യാപനത്തെ എങ്ങനെ അത് സഹായിക്കുന്നു എന്ന രീതിയിലും കൂടിയൊക്കെ നിങ്ങൾ അതിനെ മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കണം. അധ്യാപനത്തിൽ നിങ്ങളുടെ ഹോബിയെ പ്രയോജനപ്പെടുത്തുമ്പോൾ കൂടുതൽ രസകരമാക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്കും അധ്യാപനത്തെ ആസ്വദിക്കാനും കഴിയും അല്ലേ. അപ്പൊ ആ രീതിയിൽ കണക്ട് ചെയ്ത് വേണം ഈ ഒരു ചോദ്യം സംസാരിക്കാനായിട്ട്. അതുപോലെ തന്നെ ശാസ്ത്രമേളകളിൽ എന്തിലേലും കുട്ടികളെ നിങ്ങൾക്ക് മികച്ചതാക്കാൻ നിങ്ങളുടെ ഈ ഹോബി സഹായിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ കലാപഠനത്തിൽ യൂത്ത് ഫെസ്റ്റിവലിൽ കുട്ടികളെയൊക്കെ പങ്കെടുപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ തുടങ്ങിയ രീതിയിലൊക്കെ കണക്ട് ചെയ്ത് വേണം ആ ഒരു ചോദ്യം സംസാരിക്കാൻ. അടുത്ത ടോപ്പിക്ക് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്നതായിരുന്നു. ഇതൊരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ തന്നത് അല്ലെ. ഡോക്ടർ എസ് രാധാകൃഷ്ണനെ തന്നിട്ടുള്ളൂ. അതിന്റെ റീസൺ, ഇദ്ദേഹത്തെ അടിസ്ഥാനമാക്കി പല രീതിയിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന്, ഡോക്ടർ എസ് രാധാകൃഷ്ണനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ, അറിയുന്ന കാര്യങ്ങൾ പറയൂ എന്ന് തന്നെ ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്. എന്നോടൊക്കെ അങ്ങനെ ചോദിച്ചിരുന്നു. അത് ഞാനൊക്കെ പോകുന്നതിന് മുമ്പും എത്രയോ വർഷങ്ങളായിട്ട് ഇതേ ചോദ്യം ഇതേ രീതിയിലൊക്കെ ചോദിച്ച് കേട്ടറിവുണ്ടായിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ എസ് രാധാകൃഷ്ണനെ കുറിച്ച് പറയൂ എന്ന് ഡയറക്റ്റ് ചോദിക്കാം. ഇന്ത്യയിലെ ദേശീയ അധ്യാപക ദിനം ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിലെ ദേശീയ അധ്യാപക ദിനമായിട്ട് ആഘോഷിക്കുന്നത്, എന്താണ് അതിന്റെ പിന്നിലെ കാരണം? അങ്ങനെ പറയുമ്പോഴും നമ്മൾ ഡോക്ടർ എസ് രാധാകൃഷ്ണനെ കുറിച്ചും ആ റീസണിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരും. പിന്നെ ഡോക്ടർ എസ് രാധാകൃഷ്ണനെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു രീതിയിലേക്ക് ഈ ചോദ്യത്തെ പല രീതിയിൽ ചോദിക്കാം. അപ്പൊ നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് കാര്യങ്ങൾ അറിയണം. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം അധ്യാപക ദിനമായി തന്നെ എടുത്തത് എന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് ശരിയായ ഒരു ധാരണ ഉണ്ടാകണം. ഓവറായിട്ട് വേണ്ട, എങ്കിലും നമുക്കൊരു ശരിയായ അവബോധം ഈ ചോദ്യങ്ങളെയൊക്കെ കണക്ട് ചെയ്ത് വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. അപ്പൊ നോക്കാം. 1888 സെപ്റ്റംബർ 5 തമിഴ്നാട്ടിലെ, അതായത് പഴയ മദ്രാസ് സംസ്ഥാനത്തിലെ ചിറ്റൂർ ജില്ലയിലെ തിരുത്തണിയിലാണ് അദ്ദേഹം ജനിച്ചത്. ഇത് ഇത്രയും വർഷം പറഞ്ഞില്ലെങ്കിലും ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക. സർവേപ്പള്ളി വീരസ്വാമിയുടെയും സീതമ്മയുടെയും മകനായിട്ടാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ജനിച്ചത്. അദ്ദേഹം വളരെ സാധാരണപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ പഠന പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കുട്ടികൾക്കും മറ്റും ട്യൂഷനൊക്കെ എടുത്തുകൊണ്ടാണ് അദ്ദേഹം തന്റെ വിദ്യാഭ്യാസ കാലഘട്ടം പൂർത്തീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തെ പ്രാധാന്യത്തെക്കുറിച്ചും വിദ്യാഭ്യാസം നേടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഉത്തമ ബോധ്യമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അദ്ദേഹം നല്ലൊരു വിദ്യാർത്ഥിയും പിന്നീട് നല്ല മികച്ച ഒരു അധ്യാപകനുമായിരുന്നു എന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാം. അതുപോലെ തന്നെ അദ്ദേഹം ആരാണ് എന്നതും കൂടി നമ്മൾ അവിടെ പറയേണ്ടിയിരിക്കുന്നു അല്ലെ. ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ.
അതുപോലെ തന്നെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഉപരാഷ്ട്രപതിയായിരുന്നു അദ്ദേഹം. രാഷ്ട്രപതി സ്ഥാനത്ത് എത്തിയ ശേഷം എത്തിയ ആദ്യത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇത് തന്നെ അദ്ദേഹത്തിന്റെ ജനസമ്മിതി എത്രത്തോളമാണ് എന്നത് നമുക്ക് നമ്മളോട് വിളിച്ചോതുന്ന തരത്തിലുള്ളതാണ്. അപ്പം എന്താണ് പിന്നെ രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ആദ്യത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇതൊക്കെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. അത്രയ്ക്ക് ജനങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന കാര്യം കൂടി നമ്മൾ അവിടെ കണക്ട് ചെയ്ത് പറയണം. അതുപോലെ തന്നെ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം ഒക്കെ ലഭിച്ച വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇനി എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മദിനം അധ്യാപക ദിനമായിട്ട് ആഘോഷിക്കുന്നു എന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച അധ്യാപകരിൽ ഒരാളായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന് നിരവധി ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം നിരവധി സർവകലാശാലകളിൽ പ്രൊഫസറായിട്ട് ജോലി അനുഷ്ഠിച്ച വ്യക്തിയാണ്. ഇദ്ദേഹം നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോലും അദ്ദേഹത്തിന് വിദ്യാഭ്യാസം നേടാനും അതുപോലെ പ്രൊഫസറായി ജോലിയിൽ ഏർപ്പെടാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. എവിടെയൊക്കെ അദ്ദേഹം കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപകനായി തീരാൻ ഡോക്ടർ എസ് രാധാകൃഷ്ണന് പെട്ടെന്ന് തന്നെ കഴിഞ്ഞിരുന്നു. കുട്ടികളെ മനസ്സിലാക്കുന്ന ഒരു അധ്യാപകൻ എന്ന് തന്നെ വേണം അദ്ദേഹത്തെ കുറിച്ച് പറയാനായിട്ട്. അധ്യാപനത്തെ അത്രയേറെ സ്നേഹിച്ച വ്യക്തിയായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതി ആയതിനു ശേഷം അദ്ദേഹത്തെ ചില പഴയ വിദ്യാർത്ഥികൾ വന്ന് നേരിട്ട് കാണുകയും അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കുവാൻ വേണ്ടി അനുവാദം ചോദിക്കുകയും ചെയ്തു. ഈ സമയത്താണ് അദ്ദേഹം എന്റെ ജന്മദിനം അധ്യാപകരെ ഓർക്കാൻ വേണ്ടിയുള്ള ഒരു ദിവസമായി കണക്കാക്കിയാൽ എനിക്ക് അത്രയും സന്തോഷം, അത് അധ്യാപകർക്ക് വേണ്ടി ചിലവാക്കിയാൽ അതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന തരത്തിൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ മറുപടി പറയുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ 1962 സെപ്റ്റംബർ 5 ആദ്യമായിട്ട് അധ്യാപക ദിനമായി ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനം ആഘോഷിക്കുന്നത്. ആ രാഷ്ട്രത്തിലെ ഏറ്റവും മികച്ച മനസ്സുകൾ അധ്യാപകരായിരിക്കണം എന്ന് പറഞ്ഞതും ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ആ കോട്ട് ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. രാഷ്ട്രത്തിന്റെ ഏറ്റവും മികച്ച മനസ്സുകൾ അധ്യാപകരായിരിക്കണം എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഓക്സ്ഫോർഡ് സർവകലാശാല മെമ്മോറിയൽ ഡോക്ടർ രാധാകൃഷ്ണൻ മെമ്മോറിയൽ അവാർഡ് നൽകി വരുന്നു. നിലവിലും അങ്ങനെ തന്നെയാണ്. അപ്പം ഇത് മാത്രമല്ല, തത്വജ്ഞാനികളുടെ രാജകുമാരൻ എന്നറിയപ്പെട്ട രാഷ്ട്രപതിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഇത്തരത്തിൽ വിശേഷിപ്പിച്ചത് ബെർട്രാൻഡ് റസൽ ആണ്. ഇതൊക്കെ ഡോക്ടർ എസ് രാധാകൃഷ്ണനെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങളാണ്. ഇതിൽ എന്തൊക്കെ നിങ്ങൾക്ക് ഓർക്കാൻ കഴിയുമോ അതൊക്കെ ഒന്ന് അടുക്കും ചിട്ടയോടും കൂടി നിങ്ങളൊന്ന് പറഞ്ഞ് പഠിക്കുക. പിന്നീട് നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ യുനെസ്കോയിലെ ചെയർമാനായ വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ ബനാറസ് സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ബ്രിട്ടീഷ് അക്കാദമിയുടെ ഫെലോ സ്ഥാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഓർത്തു വെച്ചിരിക്കുക. അതുപോലെ ബ്രിട്ടനിലെ ചക്രവർത്തി സർ സ്ഥാനം നൽകി അദ്ദേഹത്തെ ഡോക്ടർ എസ് രാധാകൃഷ്ണനെ ആദരിച്ചിരുന്നു. 1931 ഇത് സംഭവിച്ചത്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുകയും ആവശ്യമുള്ളത് മാത്രം കോർത്തിണങ്ങിക്കൊണ്ട് സംസാരിക്കുകയും വേണം. പിന്നെ അതുപോലെ ഭരണഘടനാ പദവിയിൽ ഇരിക്കെ ഭാരതരത്നം നേടിയ ആദ്യത്തെ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ കുറച്ച് കൃതികളും കൂടിയൊക്കെ ഓർത്തു വെച്ചിരിക്കുക. ഇന്ത്യൻ തത്വശാസ്ത്രം, ടാഗോറിന്റെ തത്വശാസ്ത്രം, സമകാലിക തത്വശാസ്ത്രത്തിൽ മതത്തിന്റെ വാഴ്ച, ഹൈന്ദവ ജീവിത വീക്ഷണം, പൗരസത്യ മതങ്ങളും പാശ്ചാത്യ ചിന്തയും, മതവും സമുദായവും, സ്വാതന്ത്ര്യവും സംസ്കാരവും, ഗൗതമ ബുദ്ധൻ, ഇന്ത്യയും ചൈനയും, ഇതാണോ സമാധാനം, വിശ്വാസത്തിൽ ഇപ്പോഴത്തെ പ്രതിസന്ധി, ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്. പിന്നെ പഠനഭാഷ മാതൃഭാഷയിലായിരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതായത് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലെ അത് പ്രധാനപ്പെട്ട പോയിന്റ് ആണ് കേട്ടോ, അത് ഞാൻ വിട്ടുപോയതാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ ആയിരുന്നു അല്ലെ. അപ്പൊ പഠനഭാഷ മാതൃഭാഷയിലായിരിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇതേക്കുറിച്ചൊന്ന് സംസാരിച്ച് നോക്കാം. അപ്പൊ നിങ്ങളോട് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനം എന്തുകൊണ്ടാണ് അധ്യാപക ദിനമായി ആഘോഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്തൊക്കെ പറയാനാകും?
നമുക്ക് ഇങ്ങനെ പറയാം അല്ലെ. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമായ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അദ്ദേഹം രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കടക്കും മുമ്പ് മികച്ച അധ്യാപകനായിരുന്നു. വിദേശത്തും അതുപോലെ സ്വദേശത്തും അദ്ദേഹം അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ട വ്യക്തിയാണ്. എവിടെയൊക്കെ വിദ്യാഭ്യാസ അധ്യാപനത്തിൽ ഏർപ്പെട്ടോ അവിടെയെല്ലാം വിദ്യാർത്ഥികളുടെ ഹൃദയം കീഴടക്കാൻ ഡോക്ടർ എസ് രാധാകൃഷ്ണന് കഴിഞ്ഞിരുന്നു. അദ്ദേഹം താൻ രാഷ്ട്രപതി ആയതിനു ശേഷം, എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട് രാഷ്ട്രപതി ആയതിനു ശേഷം അദ്ദേഹത്തെ തന്റെ വിദ്യാർത്ഥികൾ വന്ന് കാണുകയും ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനം ആഘോഷിക്കപ്പെടണം എന്ന് അവർ ആഗ്രഹിക്കുന്നു എന്ന കാര്യം അറിയിക്കുകയും ചെയ്യുകയുണ്ടായി. ഈ ഒരു അവസരത്തിൽ അദ്ദേഹം തന്റെ ജന്മദിനം അധ്യാപകരോടുള്ള ആദര സൂചകമായിട്ട് ആഘോഷിച്ചാലാണ് താൻ കൂടുതൽ സന്തോഷവാനായിരിക്കുക എന്നത് ആ കുട്ടികളെ അറിയിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1962 സെപ്റ്റംബർ 5 ആദ്യമായിട്ട് ഇന്ത്യയിൽ അധ്യാപക ദിനമായി ആഘോഷിച്ചു. അതിനുശേഷം ഇങ്ങോട്ട് സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായി ആഘോഷിക്കുന്നു. തീർച്ചയായും അധ്യാപക ദിനമായി ആഘോഷിക്കപ്പെടാൻ ഏറ്റവും ഉചിതമായ ദിവസം അദ്ദേഹത്തിന്റെ ജന്മദിനം തന്നെയാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷന്റെ ചുമതല അദ്ദേഹത്തിനായിരുന്നു. ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു. അദ്ദേഹമാണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടുകൾ ആ കമ്മീഷനിലൂടെ വ്യക്തമാക്കുകയും ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ മുന്നോട്ട് നയിക്കാനുള്ള വ്യക്തിയായി വർത്തിച്ചതുമൊക്കെ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതേക്കുറിച്ച് സംസാരിക്കാനാകും. ഓക്കെ അല്ലേ? ഏകദേശം ഇത്രയും പോയിന്റുകളെങ്കിലും അവിടെ കണക്ട് ചെയ്ത് പറയുക. ഇനി അടുത്ത ചോദ്യമായിരുന്നു വായനാ ദിനം. വായനാ ദിനം എങ്ങനെ ആഘോഷിക്കാം? നിങ്ങളുടെ ഐഡിയാസ് ഒക്കെ ഞാൻ കേട്ടു. വളരെ മനോഹരമായിട്ട് നിങ്ങളെല്ലാം സംസാരിച്ചു. ഞാൻ അതിനെയൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് ഞാൻ ഇങ്ങനെ പറയാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയ കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ്. അവയൊക്കെ ഉൾപ്പെടുത്തി നിങ്ങൾ സംസാരിക്കുക. ഓക്കെ. അപ്പൊ PN പണിക്കരുടെ ചരമദിനം. അപ്പൊ ജന്മദിനമാണോ ചരമദിനമാണോ എന്ന ചോദ്യം വന്നിട്ടുണ്ട്. വായനാ ദിനം എന്നാണെന്ന ചോദ്യം വന്നിട്ടുണ്ട്. വായനാ ദിനം നിങ്ങൾ പോകുന്ന സ്കൂളിൽ ആദ്യം ആഘോഷിക്കുന്ന വായനാ ദിനമാണെന്ന് ഇരിക്കട്ടെ. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യുക? നിങ്ങൾ ചെന്നതിന് ശേഷമുള്ള ആദ്യത്തെ ആഘോഷമാണ്, ആദ്യത്തെ ദിനാചരണമാണ്. അപ്പൊ നിങ്ങളുടെ നേതൃത്വത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുക എന്ന രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. വായനാ ദിനം എങ്ങനെയൊക്കെ വ്യത്യസ്തമാക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം സാധാരണഗതിയിൽ കണ്ടുവരുന്ന രീതികളല്ലാതെ മറ്റെന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുവെക്കുകയും അതേക്കുറിച്ച് പറയാനും നമുക്ക് കഴിയണം അല്ലെ? അപ്പൊ നോക്കാം. PN പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനം ആയിട്ട് ആഘോഷിക്കുന്നത്. ജൂൺ 19 കേരളത്തിൽ വായനാ ദിനമായി ആഘോഷിക്കുന്നത്. ജൂൺ 19 വായനാ വാരം ജൂൺ 19 മുതൽ ജൂൺ 25 വരെയാണ്. 1996 മുതലാണ് ജൂൺ 19 കേരളത്തിൽ വായനാ ദിനമായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് ആഘോഷിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് വായനാ ദിനം വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായിട്ടും കൂടി ആഘോഷിക്കുന്നുണ്ട്. 2017 നരേന്ദ്രമോദിയാണ് ജൂൺ 19 ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചത്. നിലവിൽ ജൂൺ 19 ദേശീയ വായനാ ദിനമാണ്. 2017 ശ്രീ നരേന്ദ്രമോദി സർക്കാർ ജൂൺ 19 ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചു. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെച്ചിരിക്കേ. കേരള സർക്കാർ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് അവതരിപ്പിച്ച വായനയുടെ വളർത്തച്ഛൻ എന്നൊരു ഡോക്യുമെന്ററി ഉണ്ട്. അത് നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കണം. PN പണിക്കരെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ആണ്. കേരള സർക്കാർ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് അവതരിപ്പിച്ചത്. അതിന്റെ പേര് വായനയുടെ വളർത്തച്ഛൻ എന്നുള്ളതാണ്. അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞ കാര്യമാണ്. പഴയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ഡോക്യുമെന്ററി ഒക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നു. അതുപോലെ PN പണിക്കരെ കുറിച്ച് പറയുമ്പോൾ സാക്ഷര കേരളത്തിന്റെ മഹാശില്പിയാണ് PN പണിക്കർ എന്ന കാര്യം നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കണം. ഇത്രയൊക്കെ കാര്യങ്ങൾ PN പണിക്കരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇത് PN പണിക്കരുടെ ചരമദിനം അല്ലെങ്കിൽ വായനാ ദിനം എങ്ങനെയൊക്കെ വ്യത്യസ്തമാക്കാം എന്ന കാര്യത്തിലേക്ക് പോവുകയാണ്. അതായത് വായനാ ദിനത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ സേവനത്തെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നോട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഗ്രന്ഥശാല സംഘം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും അധികം കടക്കുന്നില്ല. എങ്ങനെ വ്യത്യസ്തമാക്കാം എന്നുള്ള കാര്യത്തിലേക്ക് പറഞ്ഞു പോവുകയാണ്. ഒന്ന് AI സാധ്യതയാണ് ആദ്യം നമ്മൾ പറയേണ്ടത് അല്ലെ. AI സാധ്യത നമുക്ക് പ്രയോജനപ്പെടുത്താനാകണം. PN പണിക്കരോടുള്ള സംഭാഷണം
കുട്ടികൾ നടത്തക്ക രീതിയിലുള്ള AI വിദ്യ നമുക്ക് ഉപയോഗിക്കാനാകും. നമ്മളിപ്പോ കണ്ടിട്ടില്ലേ, മരണപ്പെട്ട വ്യക്തികളെയൊക്കെ AI പിന്നെ പുനഃസൃഷ്ടിക്കുന്ന, അവര് നമ്മളോട് സംവദിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലൊരു വീഡിയോ, അത്തരത്തിലുള്ള ഒരു അനിമേറ്റഡ് പ്ലാറ്റ്ഫോം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത് കുട്ടികൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാനാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഗ്രന്ഥശാല സംഘം ത്തിന്റെ ചുക്കാൻ പിടിച്ച വ്യക്തി എന്ന നിലയിൽ നമുക്ക് എന്ത് ചെയ്യാം, അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് സ്കൂൾ ലൈബ്രറിയെ കുറച്ചുകൂടി ഒന്ന് മികച്ചതാക്കി മാറ്റാനായിട്ട് ശ്രമിക്കാം അല്ലെ. സ്കൂൾ ലൈബ്രറിയെയും ക്ലാസ് റൂം ലൈബ്രറിയെയും നമുക്ക് വിപുലീകരിക്കാം. ഓരോ ആഴ്ച ഓരോ കുട്ടിക്ക് ലൈബ്രറിയുടെ ചുമതല നൽകിക്കൊണ്ട് ലൈബ്രറിയുടെ പ്രവർത്തന രീതികൾ എങ്ങനെയെന്ന് മനസ്സിലാക്കി കൊടുക്കാനാകും. അതുപോലെ തന്നെ അടുത്തുള്ള ലൈബ്രറിയുടെ വിപുലീകരണത്തിനും കുട്ടികളെ കൊണ്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്താം. പുസ്തകങ്ങൾ സമ്മാനിക്കാം അല്ലെ, പുസ്തക സംഭാവന സ്കൂൾ ലൈബ്രറിയിലേക്കോ തൊട്ടടുത്ത ലൈബ്രറിയിലേക്കോ ഒക്കെ ചെയ്ത് നമുക്ക് ഈ ഒരു പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. അതുപോലെ തന്നെ സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് കൂടുതൽ പുസ്തകം എടുത്ത കുട്ടിയെ കണ്ടെത്തി ആ കുട്ടിയെ അനുമോദിക്കാം. ഇത് വായനാ ദിനത്തിൽ നമുക്ക് അവർക്ക് അനുമോദനം കൊടുക്കുക എന്ന് പറയുന്നത് മറ്റു കുട്ടികൾക്കും വായനയിലേക്ക് വരാനുള്ള ഒരു പ്രചോദനമായി മാറും. അതുപോലെ തന്നെ വേണമെങ്കിൽ നമ്മളുടെ സ്കൂളിനടുത്തുള്ള പിന്നെ പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് ഏറ്റവും അധികം പുസ്തകം വായിച്ചിട്ടുള്ള വ്യക്തിക്കും സ്കൂളിന്റെ ഭാഗമായി ആദരവ് നൽകാവുന്നതാണ്. ആ വ്യക്തിയോട് സംവദിക്കാൻ കുട്ടികൾക്ക് അവസരം കൊടുക്കാവുന്നതാണ്. എന്തുകൊണ്ട് വായനയെ മുറുകെ പിടിക്കുന്നു, വായന കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെ, എന്തിനു വേണ്ടി വായിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാനാകും അല്ലെ. ഇനി കുഞ്ഞിക്കൈയിൽ ഒരു പുസ്തകം, അമ്മ വായന, പുസ്തകത്തൊട്ടിൽ തുടങ്ങിയ പദ്ധതികളൊക്കെ നമുക്ക് വേണമെങ്കിൽ നടപ്പിലാക്കാം. പുസ്തകത്തൊട്ടിൽ എന്ന ആശയം നമുക്ക് തന്നെ അങ്ങോട്ട് നിർദ്ദേശിക്കാവുന്ന ഒന്നാണ്. അതായത് കുഞ്ഞിക്കൈയിൽ ഒരു പുസ്തകം എന്ന് പറയുന്നത് കുട്ടികൾക്കൊരു പുസ്തകം അവരത് സംഭാവന ചെയ്യുന്നു, അത്തരത്തിൽ വേണം അതിനെ മനസ്സിലാക്കാൻ. അമ്മ വായന എന്ന് പറയുമ്പോൾ അമ്മമാർക്ക് വേണ്ടി പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് കൊടുത്ത് അത് കുട്ടികൾക്ക് വേണ്ടി ഉറക്കെ വായിച്ചു കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്ക് കോവിഡ് കാലഘട്ടത്തിന് മുൻപുള്ള ഒരു സമയത്ത് എന്റെ അച്ഛനൊരു HM ആയി റിട്ടയർഡ് ചെയ്ത വ്യക്തിയാണ്. അപ്പോ അദ്ദേഹമൊക്കെ ചെയ്ത ഒരു പ്രവർത്തനമുണ്ട്. സ്കൂളിലേക്ക് കുട്ടികളെ വിളിക്കാനായി വരുന്ന രക്ഷകർത്താക്കളുണ്ട്, സ്ഥിരം വരുന്നവര്. അപ്പൊ അവരോട് നേരത്തെ വരാൻ പറഞ്ഞിട്ട് അവർക്ക് ഇരുന്ന് വായിക്കാൻ ഒരു ഇടം ഉണ്ടാക്കി അവിടെ അമ്മ വായന എന്നാണ് അതിന് പേരിട്ടത് കേട്ടോ. അതൊക്കെ വ്യക്തിഗതമായി ചെയ്ത കാര്യങ്ങളാണ്. ഈ ആശയങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടേക്ക് പറയാം, നമ്മുടേതായ രീതിയിൽ നമുക്ക് സംസാരിക്കാവുന്നതാണ് കേട്ടോ. പദ്ധതികൾ എന്ന് പറയുമ്പോൾ നിലവിലുള്ളത് മാത്രമല്ല നമുക്ക് ചെയ്യാൻ കഴിയുന്ന പദ്ധതി എന്നുള്ള നിലയിലാണ് ഇത് പറയേണ്ടത്. പിന്നെ പുസ്തകത്തൊട്ടിൽ എന്ന ആശയം നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതായത് കുട്ടികൾ പുസ്തകങ്ങൾ നിക്ഷേപിക്കട്ടെ. അവിടെ കുട്ടികൾക്ക് പുസ്തകങ്ങൾ നിക്ഷേപിക്കാനുള്ള അവസരമാണത്. ഇപ്പൊ പുസ്തകം പൊതുജനങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ ഈ പുസ്തകത്തൊട്ടിലിൽ പുസ്തകങ്ങൾ നിക്ഷേപിക്കാം എന്നൊരാശയം കൊണ്ടുവന്ന് അതിന് പ്രചാരം കൊടുത്താൽ നമുക്ക് ലൈബ്രറിയിലെ പുസ്തകങ്ങളുടെ എണ്ണം കൂട്ടാനായിട്ട് സാധിക്കും. അതുപോലെ പുസ്തക കൂടാരം എന്ന പേരിൽ എല്ലാവർക്കും വന്ന് പുസ്തകം എടുക്കാനുള്ള ഇടങ്ങൾ സൃഷ്ടിക്കാം. ഇവിടെ നമുക്ക് ബസ് സ്റ്റാൻഡുകളിലൊക്കെ അത്തരം പുസ്തക കൂടാരങ്ങൾ കാണാനൊക്കെ സാധിക്കും. കൃത്യമായി പുസ്തകങ്ങൾ എടുത്ത് തിരികെ കൊണ്ടുവയ്ക്കുന്ന ഒരു സംവിധാനമാണത്. പിന്നെ അമ്മമാരെ സ്കൂളുകളിലേക്ക് ക്ഷണിച്ച് അവരെ കൊണ്ട് കുട്ടികളോട് നമുക്ക് കഥകൾ പറയിപ്പിക്കാം. അത് കുട്ടികൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. അത് വേണമെങ്കിൽ എപ്പോഴും സ്കൂളിലേക്ക് വരാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് വാട്സപ്പിന്റെ പിന്നെ സഹായത്തോടെയും ആ പ്രവർത്തനം നടത്താം. ഒരു ഗൂഗിൾ മീറ്റ് വഴിയും ഈ പ്രവർത്തനം നടത്താം. ആഴ്ചയിൽ ഒരു ദിവസം ഇതിനായി മാറ്റി വെച്ചാൽ അത് കുട്ടികൾക്ക് സന്തോഷം ഉണ്ടാവും, വീട്ടിലിരിക്കുന്ന അമ്മമാർക്കും അതൊരു പുത്തൻ അനുഭവമായിരിക്കും. ഇനി രസകരമായ കഥകളുടെ പ്രസക്ത ഭാഗങ്ങൾ മാത്രം കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ട് അവരെ കൊണ്ട് ബാക്കി പറയാനുള്ള അവസരം അവർക്ക് കൊടുത്ത് ബാക്കി പറയിപ്പിക്കാം. ഇത് അവരുടെ ഭാവനയെ ഉണർത്തും. ഇത് മാത്രമല്ല, നമുക്ക് കുറച്ച് ഭാഗങ്ങൾ അവതരിപ്പിക്കാൻ, സ്കിറ്റ് രൂപേണ അവതരിപ്പിക്കാനുള്ള അവസരവും കൊടുക്കാം. ഇങ്ങനെ അത് കാണുമ്പോൾ ആദ്യമായി ആ വിഷ്വൽസ് കാണുന്ന ആൾക്ക് ആ പുസ്തകത്തെ കുറിച്ച് അറിയണമെന്നൊരു ആഗ്രഹം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയും വായനയെ നമുക്ക് വായനാശീലം കുട്ടികളിൽ വളർത്തിയെടുക്കാനായിട്ട് കഴിയും. പിന്നെ ഓഡിയോ ബുക്കും ഡിജിറ്റൽ ലൈബ്രറിയും ഒക്കെ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. അവയുടെ ഉപയോഗം എങ്ങനെയെന്ന് കാട്ടിക്കൊടുക്കാം. ഇപ്പൊ വായിക്കാൻ സമയമില്ലാത്തവർക്ക് ജോലികൾക്കിടയിൽ ഓഡിയോ ബുക്കുകൾ കേൾക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാം. അത് കുട്ടികൾക്കല്ല, മുതിർന്നവരെയും കൂടി ഉദ്ദേശിച്ചിട്ടാണ് അത് പറയുന്നത്. രക്ഷിതാക്കളുടെ വായനാശീലവും നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് ഓർക്കുക. കുട്ടികൾക്ക് വീട്ടില് വായനയെ ഇഷ്ടപ്പെടുന്ന രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായും കുട്ടിയെയും സ്വാധീനിക്കും. നമ്മൾ കുട്ടികളുടെ മാത്രമല്ല രക്ഷിതാക്കളുടെയും വായനാശീലം
പ്രൊമോട്ട് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത് എന്നതും കൂടി നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് അതേക്കുറിച്ച് സംസാരിക്കുക. ഇനി ഈ വായനയെ പ്രോത്സാഹിപ്പിക്കാം. ഈ വായന, ഈ ലേണിംഗ് എന്ന് പറയുന്നത് പോലെ ഈ വായനയെ പ്രോത്സാഹിപ്പിക്കാം. അതായത് പുസ്തകങ്ങളുടെ PDF ഒക്കെ നമുക്ക് ലഭ്യമാകും, അത് വായിക്കുക. അങ്ങനെ വരുമ്പോൾ എന്താണ്, നമുക്ക് പ്രകൃതിക്ക് അത് കൂടുതൽ ഗുണകരമാണ് അല്ലെ. നമുക്ക് എന്താണ്, പേപ്പറുകളൊക്കെ ഇത്രയധികം ഉപയോഗിക്കേണ്ടി വരില്ല. അപ്പൊ പുസ്തകങ്ങൾ ഈ രൂപത്തിൽ അല്ലെങ്കിൽ PDF രൂപത്തിലൊക്കെ ലഭ്യമാവുകയാണെങ്കിൽ അത് ഒരുപാട് ചിലവ് ചുരുക്കുകയും പേപ്പറിന്റെ ഉപയോഗം കുറയ്ക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഒഴിവ് സമയങ്ങളിൽ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കാനുള്ള അവസരം കൊടുത്തുകൊണ്ട് വായനയിലേക്ക് കുട്ടിയെ അടുപ്പിക്കാം. മറ്റുള്ള സ്ക്രീൻ ടൈം ഒക്കെ കുറച്ചുകൊണ്ട് കുട്ടികളെ വായനയിലേക്കും പുസ്തകങ്ങളിലേക്കും അടുപ്പിക്കാം. അതിന് അധ്യാപകരും രക്ഷിതാക്കളും കൂട്ടായി പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു ഫ്രീ പീരീഡ് ഒക്കെ കിട്ടുമ്പോൾ കുട്ടികളെ ഗ്രൂപ്പായി ഇരുത്തി ഒഴിവു സമയങ്ങളിൽ ഒരു കുട്ടി ഉറക്കെ അത് വായിക്കട്ടെ. ഒരു പുസ്തകം എടുത്ത് കുട്ടികൾക്ക് ഇഷ്ടമായ പുസ്തകം ഉറക്കെ വായിക്കുന്നു, ബാക്കിയുള്ളവർ കേട്ടിരിക്കുന്നു. ആ കുട്ടിക്ക് ഒരു പേജ് കഴിഞ്ഞ ഉടനെ അടുത്ത ആൾക്ക് ഒരു പേജോ, ചെറിയ ക്ലാസ്സിലാണെങ്കിൽ ഒരു ഖണ്ഡികയൊക്കെ മതിയാവും, അടുത്ത കുട്ടിക്ക് കൈമാറി ആ കുട്ടി ഉറക്കെ വായിക്കുമ്പോൾ ബാക്കിയുള്ളവർ നിശബ്ദരായി അത് കേൾക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ ഓരോരുത്തരുടെയും വായന ഇംപ്രൂവ് ചെയ്യും. അത് മാത്രമല്ല, വായന ഒഴുക്കോടുകൂടി വായിക്കാൻ കുട്ടികൾക്ക് കഴിയുമെന്ന് മാത്രമല്ല, നല്ല കേൾവിക്കാരായിരിക്കാൻ മറ്റുള്ള കുട്ടികൾക്കും കഴിയും. അതുപോലെ തന്നെ വായനയിലെ വ്യത്യാസം, ആര് വായിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് എന്ന് കുട്ടികൾക്ക് മനസ്സിലാവുകയും ആ ശൈലിയെ അവര് സ്വീകരിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യും. അതുപോലെ തന്നെ വാചാപൂർത്തീകരണ പരീക്ഷ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. അതൊന്ന് എഴുതി വെക്കുക. വാചാപൂർത്തീകരണ പരീക്ഷയിലൂടെ പുത്തൻ ആശയങ്ങളെ രൂപീകരിക്കാനും വായിച്ച പുസ്തകത്തിലെ വരികൾ ഓർത്തെഴുതാനും അവസരം നൽകാം. അതായത് കുറച്ച് ഭാഗങ്ങൾ കൊടുത്തിട്ട് വായിച്ച പുസ്തകത്തിൽ നിന്ന് ആ വരി നമ്മൾ എന്ത് ചെയ്യണം, പൂർത്തീകരിക്കണം. അപ്പൊ പുസ്തകം നന്നായി വായിച്ച ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാചാപൂർത്തീകരണ പരീക്ഷയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും അല്ലെ. പുസ്തകത്തിന്റെ ചില പ്രസക്ത വരികൾ, ആ കഥയിലെ ചില പ്രസക്ത വരികൾ കുട്ടികൾക്ക് കൊടുക്കുന്നു. ആ വരിയുടെ കുറച്ചു ഭാഗം മാത്രം കൊടുക്കുന്നു, ബാക്കി ഭാഗം കുട്ടി പൂരിപ്പിക്കണം. അതുപോലെ തന്നെ വായനാ മത്സരങ്ങൾ സംഘടിപ്പിക്കാം. ഒഴുക്കോടെ വായിക്കുന്നവർക്കാണ് ഇതിൽ എന്ത് ചെയ്യുക, ഒഴുക്കോടെയും ആശയം ചോർന്നു പോകാതെയും നിർത്തേണ്ടിടത്ത് നിർത്തിയും ഒക്കെ വായിക്കുന്നവർക്കാണ് ഇതിൽ മാർക്ക് കൂടുതലായിട്ട് ലഭിക്കുക അല്ലെ. തിരഞ്ഞെടുത്ത പുസ്തകങ്ങള് വായനാ വാരം തീരുന്നതിന് മുമ്പ് വായിച്ച ശേഷം അവയെ അടിസ്ഥാനമാക്കി ഈ വായനാ മത്സരത്തിൽ എന്ത് ചെയ്യാം, ചോദ്യങ്ങളൊക്കെ നടത്തി, ക്വിസുകളൊക്കെ നടത്തി വിജയിയെ നമുക്ക് കണ്ടെത്താനാകും. അതുപോലെ തന്നെ പുസ്തക ആസ്വാദനം എഴുതാനും ഈ ഒരു വായനാ മത്സരത്തിൽ അവസരം കൊടുക്കുക. അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ വായനാ മത്സരത്തിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കാം. ഒന്ന്, ഒഴുക്കോടെ നന്നായി വായിക്കുന്നവർക്ക് സമ്മാനം കൊടുക്കാം. അടുത്തത് ഇങ്ങനെ ക്വിസ് നടത്താം. അത് കഴിഞ്ഞിട്ട് പുസ്തക ആസ്വാദനം എന്ന നിലയിലേക്ക് ഉപയോഗിക്കാം. പിന്നീട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, ചെറിയ കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നത്, അവർക്ക് വേണ്ടി വായനാ കാർഡുകൾ തയ്യാറാക്കി രക്ഷിതാക്കളുടെയും SRGയുടെയും ഒക്കെ സഹായത്തോടെ നല്ല വായനാ കാർഡുകൾ തയ്യാറാക്കി നൽകാം. അത് കുട്ടികൾക്ക് വായനയോട് ഉള്ള സ്നേഹം വർദ്ധിക്കും. കുട്ടികൾക്ക് വലിയ പുസ്തകങ്ങൾ കാണുമ്പോൾ മടുപ്പുളവാക്കും. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് വായനാ കാർഡുകൾ, നല്ല ചിത്രങ്ങളൊക്കെ വരച്ച് കുട്ടികളുടെ സഹായവും അതിന് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ മനോഹരമാക്കി വായനാ കാർഡുകൾ തയ്യാറാക്കി കുട്ടികൾക്ക് നൽകാം. ഇതിന് നമുക്ക് SSGയുടെയും SRGയുടെയും PTA ഒക്കെ സഹായം തേടാവുന്നതാണ്. ഇനി അടുത്തത് അന്താക്ഷരിയാണ്. കവിതയുടെ ശകലങ്ങള് നമുക്ക് അവതരിപ്പിച്ചിട്ട് അതിന്റെ ബാക്കി പൂർത്തീകരിക്കത്തക്ക രീതിയിൽ, നമ്മൾ സിനിമാ പാട്ടിന് അന്താക്ഷരി കളിച്ചിട്ടില്ലേ, അതുപോലെ അന്ത്യാക്ഷരി എന്ന നിലയിൽ അവസാനത്തെ അക്ഷരം വെച്ചിട്ടുള്ള കവിതകളോ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് സംഘടിപ്പിക്കാം. അടുത്തത് പുസ്തക കൈമാറ്റം എന്ന ഒരാശയം കൊണ്ടുവരാം. അതായത് സുഹൃത്തിന് വേണ്ടിയിട്ട് പുസ്തകം കൊടുക്കാം, അല്ലെങ്കിൽ പിറന്നാൾ വരുമ്പോൾ കുട്ടികൾക്ക് സ്കൂളിന് വേണ്ടിയോ ക്ലാസ്സിന് വേണ്ടിയോ പുസ്തകം നൽകാം. അങ്ങനെ സമ്മാനമായി പുസ്തകങ്ങൾ നൽകാൻ പ്രോത്സാഹിപ്പിക്കാം. ഇത് കുട്ടികളുടെ വായനാശീലവും പുസ്തകത്തിനോടുള്ള താല്പര്യവും വർദ്ധിപ്പിക്കും. അപ്പൊ വായനാ ദിനം എങ്ങനെയൊക്കെ ആഘോഷിക്കാമെന്ന നിങ്ങളുടെ ആശയത്തോടൊപ്പം ഈ ആശയങ്ങൾ കൂടി കൂട്ടിച്ചേർക്കുക കേട്ടോ. അടുത്ത ടോപ്പിക്ക് ദിനാചരണങ്ങളുടെ പ്രാധാന്യം എന്നതാണ്. ദിനാചരണങ്ങളുടെ പ്രാധാന്യം എന്ന ടോപ്പിക്ക് തരുമ്പോൾ അതിനകത്ത് ഉൾപ്പെടുത്തേണ്ട പോയിന്റുകൾ ആദ്യം ഒന്ന് പറയാം. അതിനുശേഷം നമുക്ക് അതെങ്ങനെ സംസാരിക്കണം എന്ന് നോക്കാം. ദിനാചരണങ്ങൾ എന്തിനാണ്? ദേശീയ ഐക്യബോധവും സാംസ്കാരിക വളർച്ച, മതനിരപേക്ഷത, രാജ്യസ്നേഹം, സാമൂഹ്യ പ്രതിബദ്ധത മുതലായവ കുട്ടികളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ദിനാചരണങ്ങൾ ആഘോഷിക്കുക. അതുപോലെ തന്നെ ദേശീയ നേതാക്കളെ കുറിച്ചും സാമൂഹ്യ പരിവർത്തനത്തിന് കാരണമായ സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ചും ഒക്കെയുള്ള ധാരണ കുട്ടികളിലേക്ക് എത്തിക്കാനും
സാമൂഹ്യ സേവനം ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് ബോധ്യപ്പെടുത്താനും ജനാധിപത്യം ജീവിതക്രമമാക്കാനും ഒക്കെ കുട്ടികളെ പ്രാപ്തമാക്കും വിധം ദിനാചരണങ്ങളും ആഘോഷങ്ങളും ഒക്കെ നമ്മൾ സ്കൂളിൽ സംഘടിപ്പിക്കണം. ഇനി ജാതി മത സാമ്പത്തിക വേർതിരിവില്ലാതെ മാനുഷിക മൂല്യങ്ങളുടെയും ദർശനങ്ങളുടെയും പരിപോഷണം നടത്താനും ദിനാചരണം നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാർഷിക പദ്ധതിയിൽ ഓരോ വർഷവും നടത്തേണ്ട ദിനാചരണങ്ങളെ കുറിച്ച് നമ്മൾ ആസൂത്രണം ചെയ്യണം. അത് വ്യത്യസ്ത രീതികളിലൂടെ അതൊക്കെ നമുക്ക് ആ വോയിസ് ഇടുമ്പോൾ പറയാം. ഇതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തണം. എങ്ങനെ ദിനാചരണങ്ങൾ കൃത്യമായി ആസൂത്രണത്തോടു കൂടി നടപ്പിലാക്കുക എന്നതും കൂടിയൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തി സംസാരിക്കണം. പിന്നെയോ കുറച്ച് പോയിന്റുകളും കൂടി, അതായത് പ്രാദേശികപരമായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ടാവും. ആ പ്രദേശത്തിന്റെ സംസ്കാരം വിളിച്ചോതുന്ന ആഘോഷങ്ങളൊക്കെ ഉണ്ടാവും. അവയെ കൂടി ദിനാചരണത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തണം. പിന്നെ ഓരോ മാസത്തിലും നടത്തേണ്ട ദിനാചരണങ്ങളെ കുറിച്ച് കൃത്യമായ ആസൂത്രണം നടത്തണം. സമൂഹത്തിന്റെ പ്രാതിനിധ്യം കൂടി ഉറപ്പുവരുത്തണം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ദിനാചരണം നടത്തേണ്ടത്. അതുപോലെ തന്നെ ക്ലബ്ബുകൾ ഉണ്ടെങ്കിൽ ആ ക്ലബ്ബുകൾക്കും കൂടി ദിനാചരണം നടത്താനുള്ള നേതൃത്വം കൊടുക്കാം. പിന്നെ അങ്ങനെയൊക്കെ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി വേണം ദിനാചരണങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ. ദിനാചരണങ്ങളുടെ പ്രാധാന്യം എന്നാണ് ഞാൻ ടോപ്പിക് തന്നിരിക്കുന്നത്. ഇതിന് പല രീതിയിൽ ഈ ചോദ്യം വരാം. അതായത് ദിനാചരണങ്ങൾക്ക് സ്കൂളുകളിൽ പ്രാധാന്യം നൽകേണ്ടതുണ്ടോ? ഇതൊരു അധിക പ്രവർത്തനമല്ലേ? ഇത്തരം പ്രവർത്തനങ്ങൾ സ്കൂളുകളിൽ നടത്തുമ്പോൾ കുട്ടികളുടെ പഠനത്തിനുള്ള സമയം നഷ്ടമാകുന്നില്ലേ? അപ്പോൾ പാഠ്യപ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ തന്നെ അധ്യാപകർ നെട്ടോട്ട് ഓടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, സ്കീം ഓഫ് വർക്ക് ഒക്കെ തീർക്കാനായിട്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഈ ദിനാചരണം കൂടി വരുമ്പോൾ അത് അധിക പ്രവർത്തനമാകും. കുട്ടികളുടെ അധ്യയന സമയത്തെ അത് അപഹരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ നമ്മളെ കൺവിൻസ് ചെയ്യുന്ന തരത്തിലുള്ള ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. അതല്ലാതെ തന്നെ ദിനാചരണങ്ങൾ എങ്ങനെ ഭംഗിയായി സ്കൂളിൽ നടപ്പിലാക്കാം എന്ന രീതിയിൽ ചോദിക്കാം. ദിനാചരണത്തിന്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ ഏത് ചോദ്യം വന്നാലും ഉത്തരം പറയത്തക്ക രീതിയിലായിരിക്കണം നമ്മൾ പ്രിപ്പയർ ആയി ഇരിക്കേണ്ടത്, അല്ലെ? അപ്പൊ നോക്കാം. ദിനാചരണങ്ങൾക്ക് സ്കൂളുകളിൽ വ്യക്തമായ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. ദിനാചരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അവ സ്കൂളുകളിൽ ആഘോഷിക്കേണ്ടത് തന്നെയാണ്. കാരണം പാഠ്യപ്രവർത്തനങ്ങൾക്കപ്പുറം പാഠ്യേതരമായ കുറെ ആശയങ്ങളും മൂല്യങ്ങളും ഒക്കെ കുട്ടികൾ നേടേണ്ടതായിട്ടുണ്ട്. പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതും ഉൾപ്പെടാത്തതുമായ ധാരാളം മൂല്യങ്ങളും മനോഭാവങ്ങളും കുട്ടികൾക്ക് നേടിയെടുക്കാൻ ഈ ദിനാചരണങ്ങൾ സഹായിക്കുന്നുണ്ട്. ദിനാചരണങ്ങൾ സ്കൂളിൽ നടത്തുമ്പോൾ അതിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി പലരുടെ പങ്കാളിത്തം ഉറപ്പാക്കേണ്ടി വരും. സാമൂഹ്യ പ്രാതിനിധ്യം ഇതിനു വേണ്ടി വരുന്നത് കൊണ്ട് തന്നെ സമൂഹത്തെ സ്കൂളിലേക്ക് കൊണ്ടുവരേണ്ടി വരുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ സമൂഹവുമായി സ്വാഭാവികമായി ഇടപഴകാനുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് കിട്ടുന്നു. ഇത് കുട്ടികളുടെ സമൂഹത്തിനോട് ഇഴുകിച്ചേർന്ന് ജീവിക്കാനുള്ള മനോഭാവം കുട്ടികളിൽ ഉണ്ടാക്കുന്നു. അതുപോലെ കുട്ടികൾക്ക് സമൂഹത്തിനോടുള്ള ഭയം ഇല്ലാതാവുന്നു. സ്വാഭാവിക അന്തരീക്ഷത്തിൽ സമൂഹത്തെ മനസ്സിലാക്കാനും കുട്ടികൾക്ക് ഇതിലൂടെ കഴിയുന്നു. അതുപോലെ തന്നെ നമ്മൾ സമൂഹത്തിന്റെ ഒരു ഭാഗമാണെന്നും പരസ്പര സഹകരണത്തോടു കൂടിയാണ് നമ്മൾക്ക് പുരോഗതി കൈവരിക്കുന്നത് എന്നുമൊക്കെ കുട്ടി അറിയാതെ അവിടെ അറിയുകയാണ്. ഇത് കുട്ടികളിലെ ദേശീയ ഐക്യമുണ്ടാക്കാനും സാംസ്കാരിക വളർച്ച ഉണ്ടാക്കാനും ശാസ്ത്ര അവബോധം ഉണ്ടാക്കാനും ഒക്കെ ദിനാചരണങ്ങൾ നമ്മെ സഹായിക്കാറുണ്ട്. പാഠപുസ്തകത്തിനപ്പുറമുള്ള ലോകത്തെ കുട്ടിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ ദിനാചരണം അവനെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ, താൻ ഇന്ന് ജീവിക്കുന്ന ഇന്ത്യയുടെ ചരിത്രം എങ്ങനെയായിരുന്നു, എത്ര പേരുടെ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ എത്രയോ പേരുടെ ജീവൻ ബലിയർപ്പിച്ചിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന് കുട്ടി മനസ്സിലാക്കുമ്പോൾ ദേശസ്നേഹവും താൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തോട് കൂടുതൽ മമതയും ഒക്കെ കുട്ടികൾക്ക് ഉണ്ടാകുന്നു. മറ്റുള്ളവന്റെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടരുത് എന്ന ആശയം കുട്ടിയിലേക്ക് ഉണ്ടാകാൻ ഇത്തരത്തിലുള്ള ദിനാചരണങ്ങളൊക്കെ സഹായിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ നവോത്ഥാന നായകന്മാരുടെ പ്രവർത്തനങ്ങൾ പാഠപുസ്തകത്തിൽ മാത്രം ഒതുങ്ങാതെ ഇത്തരം ദിനാചരണങ്ങളിലൂടെയൊക്കെ അവതരിപ്പിക്കപ്പെടുമ്പോൾ അവരെ കുറിച്ചുള്ള ഡോക്യുമെന്ററികളും ഒക്കെ കാണാനുള്ള അവസരമൊക്കെ നമുക്ക് കുട്ടികൾക്ക് സൃഷ്ടിച്ചു കൊടുക്കാം. ഇത്തരം അവസരങ്ങളിലൂടെ നവോത്ഥാന നായകന്മാരുടെ ജീവിതങ്ങളൊക്കെ അതിന്റെ നേർക്കാഴ്ച കുട്ടികൾക്ക് ലഭിക്കുന്നു. ഇതിലൂടെ അവർക്ക് ഈ സമൂഹം ഏതൊക്കെ പ്രവർത്തനങ്ങളിലൂടെയാണ് മാറിയത്, മുമ്പുണ്ടായിരുന്ന അവസ്ഥ എന്താണ്, തനിക്ക് എന്താണ് ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യാനാകുക, നവോത്ഥാന നായകന്മാരും ദേശസ്നേഹികളായ സ്വാതന്ത്ര്യ സമര സേനാനികളുമൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കി തന്ന സ്വാതന്ത്ര്യവും പുരോഗമനവും താനും
അതുപോലെ തന്നെ തുടരേണ്ടതാണ് എന്ന ചിന്ത കുട്ടികളിൽ ഊട്ടിയുറയ്ക്കാൻ ഈ ദിനാചരണങ്ങളൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ ശാസ്ത്ര അവബോധം ഉണ്ടാക്കാനും ശാസ്ത്രീയ അടിത്തറ പാകാനും ശാസ്ത്ര ദിനാചരണങ്ങളൊക്കെ കുട്ടികളെ സഹായിക്കുന്നുണ്ട്. പാഠപുസ്തകത്തിന് അപ്പുറം ശാസ്ത്രാവബോധമുള്ള അധ്യാപകരുടെ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളായ ശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ അനുഭവങ്ങൾ, ഇതൊക്കെ കുട്ടികളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയുകയും ചെറു പരീക്ഷണങ്ങളിലൂടെ ശാസ്ത്രബോധവും ശാസ്ത്ര താല്പര്യവും ഒക്കെ വളർത്തിയെടുക്കാനും ഒക്കെ ദിനാചരണങ്ങളുടെ നടത്തിപ്പിലൂടെ നമുക്ക് സാധ്യമാവുന്നുണ്ട്. അതുപോലെ ജാതിക്കും മതത്തിനും സമ്പത്തിനും അപ്പുറം നാം എല്ലാം ഒന്നാണെന്നും ഈ സമൂഹം ഒന്നിച്ചു പ്രവർത്തിക്കുന്നതാണെന്നുമുള്ള ബോധ്യം കുട്ടികൾക്ക് ഉണ്ടാക്കാൻ ദിനാചരണങ്ങൾ അവരെ സഹായിക്കുന്നുണ്ട്. പിന്നെ ദിനാചരണങ്ങളുടെ ഭാഗമായി തന്നെ തൻ്റെ സംസ്കാരത്തെയും കുട്ടി മനസ്സിലാക്കി അവയും ദിനാചരണത്തിൽ ഉൾപ്പെടുത്താൻ കുട്ടിക്ക് അവസരം കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തൻ്റെ ചുറ്റുപാടിലെ സാംസ്കാരിക അവസ്ഥയെ കുറിച്ചുള്ള ബോധ്യം കുട്ടിക്ക് ഉണ്ടാവുന്നു. അതുപോലെ തന്നെ വാർഷിക പദ്ധതിയിലൊക്കെ ദിനാചരണങ്ങൾ ഉൾപ്പെടുത്തി കൃത്യമായ ആസൂത്രണത്തോടെ വേണം ദിനാചരണങ്ങൾ സ്കൂളുകളിൽ സംഘടിപ്പിക്കാൻ. വാർഷിക പദ്ധതിയിൽ മാത്രമല്ല, ഓരോ മാസവും നമ്മൾ എന്തൊക്കെയാ സ്കൂളുകളിൽ പ്രവർത്തനം നടത്തണം എന്നതിനെ കുറിച്ച് ആസൂത്രണം ചെയ്യാറുണ്ട് SRGയിലും മറ്റും. ഇങ്ങനെ കൃത്യമായി ആസൂത്രണം ചെയ്ത് SRGയുടെയും SSG സ്കൂൾ സപ്പോർട്ട് ഗ്രൂപ്പിന്റെയും PTയുടെയും MPTയുടെയും ഒക്കെ സഹായത്തോടെ വേണം ദിനാചരണങ്ങൾ സംഘടിപ്പിക്കാനായിട്ട്. ഇങ്ങനെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ സംഘടിപ്പിക്കപ്പെടുന്ന ദിനാചരണങ്ങൾ കുറ്റമറ്റതാകും. എങ്ങനെയൊക്കെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാമെന്ന വിവിധ വശങ്ങളിലുള്ള ആശയങ്ങൾ കിട്ടുമ്പോൾ ആ ആശയങ്ങൾ പ്രാവർത്തികമാക്കുന്നതോടുകൂടി നമ്മുടെ കുട്ടികൾക്ക് വളരെ വലിയ അവസരങ്ങളാണ് ലഭിക്കുക. ഓരോന്നിനെ കുറിച്ചും വ്യക്തമായ ധാരണയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് ഈ ദിനാചരണങ്ങളൊക്കെ കുട്ടികളെ അതുകൊണ്ട് സഹായിക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളുകളിൽ വിവിധ തരം ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ ക്ലബ്ബുകളുടെ കീഴിൽ ഏതൊക്കെ ദിനാചരണങ്ങൾ ആഘോഷിക്കാനാകുമെന്ന ധാരണ അധ്യാപകർക്ക് ഉണ്ടാകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി അവ ചാർട്ട് ചെയ്യപ്പെടുകയും വേണം. ഓരോ ദിനാചരണത്തിന്റെയും ചുമതല ഒരു അധ്യാപകന് നൽകാനായിട്ട് SRGയിൽ തീരുമാനിക്കുകയും ആ അധ്യാപകന്റെ നേതൃത്വത്തിൽ കുട്ടികളെ കൂട്ടിക്കൊണ്ട് കുട്ടികൾക്ക് ചുമതലകൾ നൽകിക്കൊണ്ട് ദിനാചരണങ്ങൾ ഭംഗിയാക്കുകയുമാണ് വേണ്ടത്. ഇതിലേക്ക് താല്പര്യമുള്ള SRG, SSG, MPT അംഗങ്ങളെയൊക്കെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. കുട്ടികൾക്ക് തന്നെ ദിനാചരണത്തിന്റെ പൂർണ്ണ ചുമതല കൊടുക്കുകയും അധ്യാപകൻ മേൽനോട്ടം വഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു രീതി ആണ് നല്ലത്. അവിടെയും അധ്യാപകൻ മെന്ററായി നിന്നുകൊണ്ട് കുട്ടികളെ കൊണ്ട് തന്നെ ആശയങ്ങൾ പറയിപ്പിച്ച് അവരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണം. സ്കൂളിന്റെ അലങ്കാര പണികളിൽ ഒട്ടുമിക്ക കുട്ടികൾക്കും പങ്കെടുക്കാനാകും. അപ്പൊ അത്തരത്തില് അലങ്കാര വസ്തുക്കളൊക്കെ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് നിർമ്മിക്കാനുള്ള അവസരം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവിടെ കലാപഠനവും സാധ്യമാവുന്നുണ്ട്. പഠന പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കുട്ടിക്ക് പോലും തന്റെ താല്പര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഈ ദിനാചരണങ്ങളും അതിന്റെ ഭാഗമായുള്ള ഈ അലങ്കാര പണികളും ഒക്കെ സഹായിക്കും. വ്യത്യസ്ത കഴിവുകളുള്ള കുട്ടികളെ അത്തരത്തിൽ നമുക്ക് കണ്ടെത്താനുമാകും. ഇങ്ങനെ കുട്ടികൾ മുന്നോട്ട് വന്ന് അവരാശയങ്ങൾ അവതരിപ്പിച്ച് ദിനാചരണങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അവർക്ക് സഭാകമ്പം ഇല്ലാതാവുന്നു, ലീഡർഷിപ്പ് ക്വാളിറ്റി അവരിലേക്ക് ഉടലെടുക്കുകയും ചെയ്യുന്നു. പിന്നെ സമൂഹത്തിന്റെ ചെറു പതിപ്പ് എന്നോണം സ്കൂളിനെ നമുക്ക് കാണാനാകും. ആ സ്കൂളിലേക്ക് ഈ പറയുന്ന സമൂഹത്തിലെ വിവിധ ആളുകൾ വന്നെത്തുമ്പോൾ സ്വാഭാവികമായ സാമൂഹിക അന്തരീക്ഷത്തിൽ ഇടപഴകാനുള്ള അവസരം കുട്ടിക്ക് ലഭിക്കുന്നു. പെട്ടെന്ന് സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി പോകുമ്പോഴുള്ള അവന്റെ അവന്റെ കോൺഫിഡൻസ് ഇല്ലായ്മയെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഇല്ലായ്മ ചെയ്യാനാകും. തന്റെ പിയർ ഗ്രൂപ്പുകൾക്കിടയിൽ കുട്ടി എപ്പോഴും വളരെ സന്തോഷവാനും ഇണക്കമുള്ളവനും ഒക്കെ ആയിരിക്കും. പക്ഷേ മുതിർന്നവരും തന്നെക്കാൾ പ്രായം കുറഞ്ഞവരും ഒക്കെയുള്ള സമൂഹത്തിലാണ് അവൻ ജീവിക്കുന്നത്. വ്യത്യസ്ത പ്രായത്തിൽ, വ്യത്യസ്ത നിലവാരത്തിൽ, വ്യത്യസ്ത സാമ്പത്തിക ഘടനയിലൊക്കെയുള്ള ആളുകൾ. ആ ഒരു അനുഭവം കൊടുക്കണമെങ്കിൽ സമൂഹത്തെ സ്കൂളിലേക്ക് കൊണ്ടുവരേണ്ടി വരും. അതിന് ഈ ദിനാചരണം സഹായിക്കും. അപ്പോൾ ഒട്ടുമിക്ക കാര്യങ്ങളും ഞാൻ ഈ ഒരു ഇതിൽ ഉൾപ്പെടുത്തിയെന്ന് തോന്നുന്നു. ഇത്തരത്തിലൊക്കെയാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്ക് നോക്കാം. അടുത്ത ടോപ്പിക്ക് സ്കൂൾ അസംബ്ലി എന്തിന്, നേട്ടങ്ങൾ എന്തൊക്കെ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. സ്കൂൾ അസംബ്ലി എന്തിനാണ്, എങ്ങനെ നടത്തണം, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എങ്കിലും ഒന്നുകൂടി, അതായത്
സ്കൂൾ അസംബ്ലി. സ്കൂൾ അസംബ്ലി നമ്മുടെ സ്കൂളിന്റെ ഒരു മുഖമാണ് അല്ലെ, സ്കൂളിന്റെ മുഖമാണ് അത് കാണിക്കുന്നത്, സ്കൂളിന്റെ ഐക്യമാണ് കാണിക്കുന്നത്. സ്കൂൾ അസംബ്ലിക്ക് വ്യക്തമായ പ്രാധാന്യമുണ്ട്. ഹെഡ് മാസ്റ്റേഴ്സ് മാനുവൽ പ്രകാരം 9:45 സ്കൂൾ അസംബ്ലി നടത്തേണ്ടത്. കുട്ടികളിൽ ജനാധിപത്യ ബോധം വളർത്താനും ദേശസ്നേഹം വളർത്താനും നമ്മുടെ സ്കൂൾ എന്ന ചിന്തയുണ്ടാക്കാനും നമ്മൾ ഒന്നാണെന്ന മനോഭാവം ഉണ്ടാക്കാനും ഒക്കെ സ്കൂൾ അസംബ്ലി സഹായിക്കും. സ്കൂൾ അസംബ്ലിയിൽ എല്ലാ കുട്ടികൾക്കും അധ്യാപകർക്കും അവസരം നൽകേണ്ടതുണ്ട്. അതെല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ അവസരം നൽകുക എന്നുള്ളത് നടക്കുന്ന കാര്യമില്ല. പക്ഷെ സ്കൂൾ അസംബ്ലിയിൽ കുട്ടികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ എല്ലാ അധ്യാപകർക്കും കഴിയുകയും എല്ലാ വിദ്യാർത്ഥിയും സ്കൂൾ അസംബ്ലിയിൽ ഒരു ഐറ്റമെങ്കിലും അവതരിപ്പിക്കുകയും വേണം എന്നതാണ് എനിക്ക് പറയാനുള്ള നിർദ്ദേശം. സ്കൂൾ അസംബ്ലി എന്തിന് എന്ന് ചോദിച്ചാല്, കുട്ടിയെ ചിട്ടയായ ജീവിതത്തിന് പ്രാപ്തമാക്കുന്നതിൽ സ്കൂൾ അസംബ്ലിക്കും പ്രാധാന്യമുണ്ട് എന്ന് വേണം പറയാൻ. അതായത് നല്ല കേൾവിക്കാരനായി ഇരിക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യം വേണ്ട ഒരു ക്വാളിറ്റിയാണ്. ഇത് നമുക്ക് സ്കൂൾ അസംബ്ലിയിലൂടെ ലഭ്യമാവുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അസംബ്ലിയുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്ന ഓരോ വ്യക്തിയും പറയുന്ന കാര്യങ്ങൾ അച്ചടക്കത്തോടുകൂടി ചിട്ടയോടുകൂടി നിന്നുകൊണ്ട് ഓരോ കുട്ടിയും കേൾക്കുന്നു. സ്കൂൾ അസംബ്ലി എങ്ങനെയാണെന്ന് നമുക്കറിയാം. വരിയായി കുട്ടികൾ നിൽക്കുന്നു, നിശബ്ദരായി അറ്റൻഷൻ പൊസിഷനിലും സ്റ്റാൻഡേർഡ് പൊസിഷനിലും ഒക്കെ നിന്നുകൊണ്ട് കുട്ടികൾ ഇതൊക്കെ പ്രവർത്തനങ്ങളെല്ലാം കേട്ട് മനസ്സിലാക്കി നിൽക്കുകയാണ്. അവിടെ തന്നെ ഒരു ഐക്യമുണ്ട്, അച്ചടക്കമുണ്ട്. അതുപോലെ തന്നെ എല്ലാ കുട്ടികളും യൂണിഫോമിലാണ് എന്നുള്ളത് അവരുടെ ഐക്യത്തെയും സ്കൂളിൽ എല്ലാവരും തുല്യരാണ് എന്ന ബോധത്തെയും ആണ് കാണിക്കുന്നത്. സ്കൂളില് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ സമ്പത്തോ ഇല്ല, എല്ലാവരും ഒന്നാണ്, നമുക്ക് എല്ലാവർക്കും ഒരേ അവകാശങ്ങളാണ് എന്ന ബോധം യൂണിഫോം എന്ന ആശയത്തിൽ നിന്ന് തന്നെ കുട്ടിക്ക് ലഭ്യമാവുന്നുണ്ട്. അസംബ്ലിയിൽ പങ്കെടുക്കാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട് എന്നതുകൊണ്ട് തന്നെ ഓരോ കുട്ടിക്കും അവസരം കൊടുക്കുമ്പോൾ അവന് പ്രത്യേകിച്ച് പഠന പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കുട്ടിക്ക് തന്റെ കഴിവുകളെ തിരിച്ചറിയാനാകും, തനിക്കും ഇതൊക്കെ സാധിക്കുമെന്ന ആത്മവിശ്വാസം അത് കുട്ടിയിൽ ഊട്ടിയുറപ്പിക്കാനായിട്ട് സ്കൂൾ അസംബ്ലി സഹായിക്കും. സ്കൂൾ അസംബ്ലിയിലെ വിവിധ പ്രവർത്തനങ്ങൾ കുട്ടികളുടെ മാനസിക വ്യക്തിത്വ വികാസത്തിന് വളരെ സഹായകരമാണ്. നമ്മൾ പറയുന്ന ചിന്താവിഷയവും സ്പെഷ്യൽ അസംബ്ലിയിൽ അവതരിപ്പിക്കുന്ന വിവരങ്ങളും ഒക്കെ കുട്ടിയെ സ്വാധീനിക്കും. അസംബ്ലി നടത്തുമ്പോൾ അസംബ്ലി പോസിറ്റീവായി ഇരിക്കാൻ അധ്യാപകർ ശ്രദ്ധിക്കേണ്ടതാണ്. അസംബ്ലി ഒരിക്കലും കുട്ടികളെ കുറ്റപ്പെടുത്താനോ സ്കൂളിനെ കുറ്റപ്പെടുത്താനോ ഉള്ളതല്ല. പ്രത്യേകിച്ച് മോർണിംഗ് സെഷനിലെ ആണ് അസംബ്ലികൾ നടത്താറുള്ളത്. ഈ അസംബ്ലിയിൽ കുട്ടിക്ക് ഊർജം പകർന്നാൽ അത് ആ ഒരു ദിവസമെങ്കിലും അതിനെ ഊർജമായിട്ട് കുട്ടിക്ക് തോന്നി ഒരു ദിവസം ഉടനീളം കുട്ടിയിൽ പോസിറ്റിവിറ്റി നിറയ്ക്കാനൊക്കെ കഴിയുന്ന തരത്തിൽ വേണം അസംബ്ലി സംഘടിപ്പിക്കാനായിട്ട്. അസംബ്ലിയിൽ കുട്ടികളുടെ നേട്ടത്തെക്കുറിച്ച്, നമ്മൾ ഒന്നായി നിന്നപ്പോൾ സ്കൂളിനുണ്ടായ പുരോഗതിയെക്കുറിച്ച് കുട്ടിയെ ബോധ്യപ്പെടുത്തണം. സ്കൂളിന്റെ ചരിത്രവും മറ്റും കുട്ടികളെ മനസ്സിലാക്കണം. എവിടെ നിന്നാണ് നമ്മുടെ സ്കൂൾ ഇങ്ങനെ എത്തിയത് എന്ന കാര്യം ഓരോ കുട്ടിയും അറിയണം. ഇത് ഞാൻ, എന്റെ കൂട്ടുകാർ, എന്റെ സ്കൂള്, എന്റെ വിദ്യാലയം, എന്റെ അധ്യാപകർ എന്ന സ്നേഹം കുട്ടിയിൽ ഊട്ടി വളർത്തും. അതുപോലെ തന്നെ ഓരോ അധ്യാപകനും അസംബ്ലിയിൽ അവസരം കൊടുക്കുമ്പോൾ ഓരോ അധ്യാപകനെയും മനസ്സിലാക്കാൻ കുട്ടികൾക്ക് കഴിയും. ഓരോ അധ്യാപകരുടെയും അറിവും കഴിവും വ്യത്യാസമാണ്. അതൊക്കെ കുട്ടികൾക്ക് നേടാനും ആകും. പിന്നെ ചിട്ടയായ രീതിയിലുള്ള അസംബ്ലി സംഘടിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് അറിവ് മാത്രമല്ല ധാരാളം മൂല്യങ്ങളും കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. അച്ചടക്കശീലം, പിന്നെ ചിട്ടയായി അസംബ്ലിയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ക്ഷമയുണ്ടാവുന്നുണ്ട്, അച്ചടക്കശീലം ഉണ്ടാവുന്നുണ്ട്. ഒപ്പം തന്നെ കാര്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള, മറ്റുള്ളവരുടെ ആശയങ്ങളെ ഉൾക്കൊള്ളാനുള്ള വലിയ മനോഭാവം ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ നിരവധി മൂല്യങ്ങൾ കുട്ടികൾക്ക് ലഭ്യമാകുന്നു. അതുപോലെ തന്നെ പോസിറ്റീവായുള്ള കാര്യങ്ങൾ കുട്ടികളോട് പറയുമ്പോൾ, പ്രത്യേകിച്ച് താഴെ തട്ടിൽ നിന്ന് ഉയർന്നു വന്ന വ്യക്തികളെ പരിചയപ്പെടുത്തുമ്പോൾ, അത്തരം ദിനാചരണങ്ങളൊക്കെ സംഘടിപ്പിക്കുമ്പോഴൊക്കെ കുട്ടിയുടെ മനസ്സിൽ തനിക്കും ഇതൊക്കെ സാധിക്കും എന്ന ഒരു തോന്നൽ ഉണ്ടാക്കാനായിട്ട് ഇത് സഹായിക്കും. അപ്പൊ സ്കൂളിൽ അസംബ്ലി നിർബന്ധമാണ്. പ്രത്യേകിച്ച് സ്പെഷ്യൽ അസംബ്ലികളും നിർബന്ധമാണ്. ഓരോ ദിവസത്തിന്റെയും പ്രാധാന്യം കുട്ടി അറിഞ്ഞിരിക്കണം. അസംബ്ലിക്കൊരു ചിട്ടയായ രീതിയുണ്ട്. പ്രാർത്ഥന ഉൾപ്പെടെ പ്രാർത്ഥനയിൽ ആരംഭിച്ച് ദേശീയ ഗാനത്തിൽ അസംബ്ലി അവസാനിക്കുന്നു.
പ്രാർത്ഥന തിരഞ്ഞെടുക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു മതവിശ്വാസത്തെ ഉയർത്തി കാണിക്കുന്ന തരത്തിലുള്ള പ്രാർത്ഥനയാകരുത് എന്ന് ആണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ശാസ്ത്ര സാങ്കേതിക പരിഷത്തിന്റെയൊക്കെ ഗീതങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പ്രാർത്ഥനയെ പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഗീതങ്ങളൊക്കെ ഉണ്ട് കുട്ടികളെ പ്രചോദിപ്പിക്കുന്ന. അക്ഷരം വെളിച്ചമാണ് എന്ന് പറയുന്ന ഒരു ഗാനമൊക്കെ ഞാൻ സ്കൂളിൽ അധ്യാപികയായിരുന്ന സമയത്ത് പ്രാർത്ഥനയ്ക്ക് പകരം കുട്ടികളെ കൊണ്ട് ചൊല്ലിപ്പിച്ചിട്ടുണ്ട്. അത് കുട്ടികളിൽ അക്ഷരസ്നേഹം ഉണ്ടാക്കുന്നുണ്ട്, ശാസ്ത്രാവബോധം ഉണ്ടാക്കുന്നുണ്ട്, ഊർജം പകരുന്നുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ ഉള്ള ഗീതം എടുത്തത്. അപ്പോ അവിടെ നിന്ന് തുടങ്ങി നമുക്ക് നല്ലത് എന്ന് തോന്നുന്ന എന്തും അസംബ്ലിയിൽ ഉൾപ്പെടുത്താമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പിന്നെ അസംബ്ലിയിൽ തീർച്ചയായും വാർത്ത ഉൾപ്പെടുത്തണം. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും കുട്ടികൾ ബോധവാന്മാരായിരിക്കണം. പത്രത്തിൽ നടക്കുന്ന പ്രധാന വാർത്തകൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ കുട്ടികൾക്ക് അവയോടുള്ള മനോഭാവം, അതുപോലെ എന്താണ് തന്റെ സമൂഹത്തിൽ നടക്കുന്നത് എന്നുള്ള ധാരണ, ഇതൊക്കെ ഉണ്ടാവുന്നു. വാർത്തകൾ തിരഞ്ഞെടുക്കുമ്പോൾ പരമാവധി നെഗറ്റീവ് വാർത്തകൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. ക്ലാസ് റൂമുകളിൽ ഇത്തരം അപകടകരമായ വാർത്തകളെ കുറിച്ച് കുട്ടികൾ അറിയേണ്ടതാണെങ്കിൽ അതിനെ അറിയിക്കുന്നതും നല്ലതാണ്. അതുപോലെ തന്നെ ചിന്താവിഷയമൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ കുട്ടികൾക്ക് പ്രചോദനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള വ്യക്തികളുടെ കോട്ടുകളൊക്കെ ഉപയോഗിക്കുന്നതും ഒക്കെ നല്ലതാണ്. പ്രസക്തമായ ചിന്താവിഷയങ്ങൾ തിരഞ്ഞെടുക്കുക. ആനുകാലിക പ്രസക്തമായ സംഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ചിന്താവിഷയങ്ങളൊക്കെ തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കടങ്കഥ പറയാൻ, പഴഞ്ചൊല്ലിന്, കവിത പാടാൻ, കവിത ചൊല്ലാൻ, പാട്ടുപാടാൻ ഒക്കെയുള്ള അവസരം കൊടുക്കാം. പഠന കാര്യങ്ങളിൽ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കുട്ടിയുടെ കഴിവ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് ആ കുട്ടിക്ക് അസംബ്ലിയിൽ നൽകേണ്ടത്. അതെന്ത് കഴിവോ ആയിക്കൊള്ളട്ടെ, അവൻ അത് അവതരിപ്പിക്കുമ്പോൾ അവനിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് അധ്യാപികയ്ക്ക് അസംബ്ലിയുടെ ഇനങ്ങളിൽ മാറ്റങ്ങൾ വരുത്താം. പിന്നെ കൃത്യമായി ദേശസ്നേഹം വളർത്തുന്ന തരത്തിലുള്ള 2 പ്രവർത്തനങ്ങൾ എല്ലാ അസംബ്ലിയിലും ഉണ്ടെന്ന് പ്രതിജ്ഞ ചൊല്ലൽ, ഏറ്റവും ഒടുവിലെ ദേശീയ ഗാനം. ഇവ രണ്ടുമുണ്ട്. അവയോടൊപ്പം തന്നെ നവോത്ഥാന നായകന്മാരെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും ഒക്കെ പരിചയപ്പെടുത്തുന്നത് ദേശസ്നേഹത്തെ കൂടുതൽ ഊട്ടിയുറപ്പിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ശാസ്ത്രാവബോധം വളർത്തത്തക്ക രീതിയിലുള്ള ക്വിസുകളോ മറ്റും നമുക്ക് അസംബ്ലിയിൽ സംഘടിപ്പിക്കാവുന്നതാണ്. ഭാഷയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കവിതയോ മറ്റോ അസംബ്ലിയിൽ ഉൾപ്പെടുത്താം. എല്ലാം കൂടി ഒന്നിച്ച് നടക്കില്ല. അതുകൊണ്ട് ഓരോ അസംബ്ലിക്ക് ഓരോ മേഖലയിലേക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാനാകും. ഇങ്ങനെയൊക്കെ അസംബ്ലിയെ മികച്ചതാക്കി നമുക്ക് മാറ്റാനാകും. ഓരോ കുട്ടിക്കും അവസരം ലഭിക്കണം. എല്ലാ അധ്യാപകരും പങ്കെടുക്കണം. പ്രധാനാധ്യാപകൻ മാത്രമല്ല സംസാരിക്കേണ്ടത്. ആനുകാലിക പ്രസക്തമായ വിഷയങ്ങൾ അസംബ്ലിയിൽ ഉൾപ്പെടുത്തണം. പിന്നെ അങ്ങനെയുള്ള അച്ചടക്കം ശീലം ഉണ്ടാവുന്നുണ്ട്, പല മൂല്യങ്ങളും ഉണ്ടാവുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തി. ഇനി മറ്റെന്തെങ്കിലും പോയിന്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം. നല്ല വിദ്യാലയം എങ്ങനെയായിരിക്കണം, വിദ്യാലയം ആർക്ക് വേണ്ടി, ഇത് കുറച്ചുകൂടി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്കാണ്. അതേക്കുറിച്ച് ഞാൻ പിന്നീട് നിങ്ങളോട് സംസാരിക്കാം. ഇനി ക്ലാസ് റൂം ഡേ 6 ടോപ്പിക്ക് വേറെ ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും. സെപ്പറേറ്റ് ആയിട്ട് സംസാരിച്ച് തന്നെ നിങ്ങളിൽ എത്തിക്കും കേട്ടോ. ഇനി ക്ലാസ് റൂമിനെ കുറിച്ച് പറയുമ്പോൾ ഞാനത് ഓരോ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെയാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് അത്തരത്തിൽ വേണം കാണാനായിട്ട്. ക്ലാസ് റൂം എങ്ങനെയായിരിക്കണം എന്നുള്ള ഭൗതിക സാഹചര്യം മാത്രമല്ല, ക്ലാസ് മുറിയിലെ പ്രവർത്തനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയൊക്കെ നമുക്ക് സംസാരിക്കാം. ഇനി ക്ലാസ് റൂം എങ്ങനെയായിരിക്കണം, ഇതിനെ കുറിച്ച് നിങ്ങൾ ചേർക്കാത്ത പോയിന്റുകൾ ആണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളുടെ പോയിന്റുകൾ കൂടി ചേർത്ത് അതിനെ വിപുലമാക്കുക. ഇത് പൂർണ്ണമായ ഒരു ആശയമായി കരുതരുത്. ക്ലാസ് മുറി എപ്പോഴും ആകർഷകമായിരിക്കണം, ശുചിത്വമുള്ളതായിരിക്കണം. കുട്ടികൾക്ക് ക്ലാസ്സിനോട് ഒരു അടുപ്പം തോന്നണം. ഓരോ ക്ലാസ്സിലെയും കുട്ടികളുടെ പ്രായം അനുസരിച്ച് അവരുടെ താല്പര്യം പരിഗണിക്കത്തക്ക രീതിയിലായിരിക്കണം ക്ലാസ് റൂമിന്റെ ഭൗതിക സാഹചര്യം ഒരുക്കിയിരിക്കുന്നത്. കുട്ടികളുടെ ഇഷ്ടങ്ങൾ വ്യത്യസ്തമാണ് അല്ലെ? ആ വ്യത്യസ്തമായ ഇഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ക്ലാസ് റൂമിൽ അതിനനുസരിച്ചുള്ള അലങ്കാരങ്ങളൊക്കെ സ്വീകരിക്കാവുന്നതാണ്. ഒരുപാട് അലങ്കാര വസ്തുക്കൾ ക്ലാസ് റൂമിലായാൽ അത് കുട്ടികളുടെ ശ്രദ്ധയെ ബാധിക്കുന്നതായി പഠന റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവ നമുക്ക് ഒഴിവാക്കാം. എങ്കിലും എന്റേത് എന്ന് തോന്നത്തക്ക രീതിയിലുള്ള ഒരു ക്ലാസ് റൂം അന്തരീക്ഷം സൃഷ്ടിക്കാൻ അധ്യാപികയ്ക്ക് ശ്രമിക്കാം.
എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് പറയാം. ഞാൻ എൻ്റെ ക്ലാസ് റൂം കുട്ടികൾക്ക് ഇഷ്ടമുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് അലങ്കരിച്ചിട്ടുണ്ട്. ചെടികളോടൊക്കെ താല്പര്യമുള്ള കുട്ടികളായതുകൊണ്ട് തന്നെ ക്ലാസ് റൂമിൽ ഇൻഡോർ പ്ലാന്റുകളൊക്കെ ഉൾപ്പെടുത്തിയിരുന്നു. അവർക്ക് പഠനത്തിനുള്ള പഠനോപകരണങ്ങളൊക്കെ ഓരോ മൂലകളിലായി ഗണിതമൂല, പിന്നെ ഭാഷയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേക വായനാമൂല, അതുപോലെ അക്ഷരമരം എന്നൊക്കെ പറഞ്ഞിട്ട് അക്ഷരവൃക്ഷം എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് വാക്കുകൾ എഴുതി ഒട്ടിക്കാനായിട്ട് ഒരു പ്രത്യേക സ്ഥലം, എൻ്റെ പ്രതിഭാ കോർണർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സ്ഥലം, അങ്ങനെ കുട്ടികൾക്ക് വേണ്ടതൊക്കെ ആ ക്ലാസ് റൂമുകളിൽ ഒരുക്കിയിരുന്നു. അത്തരം പ്രവർത്തനങ്ങളും നമുക്ക് ക്ലാസ് റൂമിൽ കൊണ്ടുവരാം എന്ന് ആണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ നിന്ന് പറയാനുള്ളത്, വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത്. ക്ലാസ് റൂം ശുചിത്വമുള്ള ക്ലാസ് റൂം ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ശുചിത്വമുള്ള ക്ലാസ് റൂമിനെ അതുപോലെ തന്നെ നിലനിർത്താനായിട്ട് അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുപോലെ ശ്രമിക്കേണ്ടതാണ്. കുട്ടികളെ കൊണ്ട് റൂം വൃത്തിയാക്കിക്കുക എന്ന ആശയത്തോട് പല രക്ഷിതാക്കളും ചിലപ്പോൾ സമൂഹം തന്നെ എതിർപ്പ് പ്രകടിപ്പിക്കാം. പക്ഷെ എൻ്റെ അനുഭവത്തിൽ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും കൂടിയാണ് ക്ലാസ് റൂമുകൾ വൃത്തിയാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ അധ്യാപിക ചെയ്യുന്ന ജോലികളിൽ അധ്യാപിക മാതൃക കാട്ടിക്കൊടുക്കുമ്പോൾ കുട്ടികളും സ്വമേധയാ പങ്കെടുക്കും. അങ്ങനെയുള്ള കുട്ടികളുടെ സേവനം നമുക്ക് ഉറപ്പാക്കുന്നത് കൊണ്ട് തെറ്റില്ല. അവനവന്റെ സ്ഥലം അവനവൻ തന്നെ വൃത്തിയാക്കുക എന്ന ആശയം ചെറിയ ക്ലാസ്സിലെ ലഭിക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ഇനി ഇരിപ്പിടങ്ങൾ. ക്ലാസ് റൂമിലെ ഇരിപ്പിടങ്ങൾ എപ്പോഴും ഒരേ രീതിയിൽ തന്നെ സജ്ജീകരിക്കുന്നത് കുട്ടികളിൽ മടുപ്പുളവാക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ക്ലാസ് റൂം ചലനാത്മകമായ രീതിയിലാണ് നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ എപ്പോഴും കുട്ടികളുടെ ഇഷ്ടമനുസരിച്ച് ക്ലാസ് റൂമിൻ്റെ ഇരിപ്പിടങ്ങളുടെ സജ്ജീകരണം ഇടയ്ക്കിടയ്ക്ക് മാറ്റാറും ഉണ്ടായിരുന്നു. അത് കുട്ടികളിൽ ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാക്കുന്നതായി ഞാൻ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. അപ്പൊ എപ്പോഴും ക്ലാസ് റൂമിന്റെ ഇരിപ്പിടങ്ങൾ ആകൃതിയിൽ ഒരുക്കുന്നത് നല്ലതാണ്. അധ്യാപിക കുട്ടികളെ എല്ലാവരെയും കാണുന്നു എന്ന് കുട്ടികൾക്ക് തോന്നുക മാത്രമല്ല, അധ്യാപിക എല്ലാ കുട്ടികളെയും കാണുകയും തിരിച്ച് കുട്ടികൾക്ക് തടസ്സമില്ലാതെ അധ്യാപികയെ കാണാനും കഴിയണം. അത്തരത്തിലായിരിക്കണം ക്ലാസ് റൂം സജ്ജീകരണങ്ങൾ. അധ്യാപികയ്ക്ക് കുട്ടികൾക്ക് കൈത്താങ്ങ് കൊടുക്കാനായിട്ട് ഇടയ്ക്കിടെ കുട്ടികളുടെ അടുത്തേക്ക് പോകേണ്ടതായിട്ടുണ്ടാകും. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്ഥലക്രമീകരണങ്ങൾ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കണം. കുട്ടികൾക്ക് പിന്തുണ നൽകാനുള്ള വേളയിൽ കൃത്യമായി കുട്ടികളുടെ അടുത്തേക്ക് എത്താൻ കഴിയത്തക്ക രീതിയിലായിരിക്കണം ഇരിപ്പിട സജ്ജീകരണം. ഇനി പിന്നെ പറഞ്ഞു പുനർവിന്യാസത്തിന് കഴിയുന്ന വിധമായിരിക്കണം എന്ന് പറഞ്ഞു. അതായത് ഓരോ സമയം ഓരോ രീതിയിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ കഴിയണം. ഇനി ബാല എന്ന ആശയത്തിന് പ്രാധാന്യം കൊടുക്കത്തക്ക രീതിയിൽ തന്നെ നമുക്ക് ക്ലാസ് റൂം സൃഷ്ടിക്കാം. ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡ് എന്ന ആശയത്തിന് ഊന്നൽ നൽകും പോലെ ജനാലയും ഫർണിച്ചറുകളും ഒക്കെ നമുക്ക് ക്ലാസ് റൂമുകളിൽ സൃഷ്ടിക്കാം. ഇനി സ്കൂൾ പഠനത്തിന്റെ ഫിൻലൻഡ് മാതൃക എന്ന തിമോത്തി ഡി വാക്കറിന്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. തിമോത്തി ഡി വാക്കർ കേട്ടോ, സ്കൂൾ പഠനത്തിന്റെ ഫിൻലൻഡ് മാതൃക എന്ന തിമോത്തി ഡി വാക്കറിന്റെ പുസ്തകത്തില് പറയുന്ന ഒരു കാര്യമുണ്ട്, ശുദ്ധവായുവിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത്. അതായത് ശുദ്ധവായു എന്ന് പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കുറഞ്ഞ വായുവാണ്. ശ്വസനവേളയിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുകയാണെങ്കിൽ അത് കുട്ടികളുടെ മാത്രമല്ല മുതിർന്നവരുടെയും പിന്നെ ബ്രെയിനിന്റെ വികസനത്തെ അല്ലെങ്കിൽ തലച്ചോറിന്റെ പ്രവർത്തനത്തെ നെഗറ്റീവായി ബാധിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പഠനത്തെയും തടസ്സപ്പെടുത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. തിമോത്തി ഡി വാക്കറിന്റെ പുസ്തകത്തിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ ശാസ്ത്രീയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് ഈ പോയിന്റുകളെല്ലാം ഉൾപ്പെടുത്താം കേട്ടോ. അപ്പൊ അത് എങ്ങനെയാണ് ആ പഠനം നടത്തിയതെന്ന് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഓഫീസിലെ ജോലിക്കാർക്കിടയിൽ, അതായത് ഒരേ ഓഫീസിലെ ജോലിക്കാർക്കിടയിൽ നടത്തിയ ഒരു പരീക്ഷണമാണ്, ഒരു ഗവേഷണം നടത്തി. അതായത് പ്രകൃതി സൗഹൃദപരവും കാറ്റോട്ടം കൂടിയതുമായ നല്ല വായുസഞ്ചാരമുള്ളതുമായ ഒരു മുറിയും അതുപോലെ തന്നെ പ്രകൃതി സൗഹൃദപരവും വായുവിന്റെ ലഭ്യത സാധാരണ ഓഫീസ് കെട്ടിടത്തിന് തുല്യവുമായ ഒരു മുറിയും തിരഞ്ഞെടുത്തിട്ട് തുല്യ എണ്ണം തുല്യ എണ്ണം തൊഴിലാളികളെ ഈ രണ്ട് മുറികളിലും ജോലി ചെയ്യാനായി അനുവദിച്ചു. ഓഫീസ് ജോലികളാണ്. തുല്യ എണ്ണം ആളുകളെ ഈ ഓഫീസ് ജോലികൾ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു.
2 ഡസൻ പ്രൊഫഷണലുകൾ 14 ദിവസം ഈ മുറികളിൽ പണിയെടുത്തു. എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് ഇവരെ കമ്പ്യൂട്ടറിൽ വൈജ്ഞാനിക പരീക്ഷ എഴുതിപ്പിക്കുകയും ചെയ്തു. ഇവ മൂല്യനിർണ്ണയം ചെയ്തപ്പോൾ കണ്ട കാഴ്ച എന്താണെന്ന് അറിയാമോ? ഗുണമേന്മ കൂടിയ വായുവുള്ള മുറികളിൽ ജോലി എടുത്തവരുടെ മാനസിക ശേഷിയുടെ സ്കോറുകൾ ഉയർന്നതായിരുന്നു. അതുപോലെ തന്നെ സാധാരണ റൂമിൽ ഉള്ളവരുടെ മാനസിക ശേഷി എന്ന് പറയുന്നത് 61%. അതായത് സാധാരണ റൂം എന്ന് പറയുമ്പോൾ അത് പ്രകൃതി സൗഹൃദപരമാണ്, എന്നാൽ ഇത്രത്തോളം വായുസഞ്ചാരമില്ല. നമ്മൾ ആദ്യം സജ്ജീകരിച്ച റൂമിന്റെ അത്ര വായുസഞ്ചാരമില്ല. അവിടുത്തെ ആളുകളുടെ ബ്രെയിനിന്റെ അല്ലെങ്കിൽ മാനസിക ശേഷിയുടെ നിലവാരം 61%, പ്രകൃതി സൗഹൃദപരവും വായുസഞ്ചാരവും ഉള്ളതുമായ ഓഫീസ് റൂമിൽ ജോലി ചെയ്തവരുടേത് 101%. ഇത് തന്നെ നമുക്ക് ക്ലാസ് റൂമിന്റെ കാര്യത്തിലും പരിഗണിക്കാം. നല്ല വായുസഞ്ചാരമുള്ള പ്രകൃതി സൗഹൃദപരമായ ക്ലാസ് റൂം അന്തരീക്ഷമായിരിക്കണം. അതുപോലെ തന്നെ ക്ലാസ് മുറിയിൽ പരമാവധി നാച്ചുറൽ ലൈറ്റ് കിട്ടത്തക്ക രീതിയിലുള്ള, പ്രകൃതിദത്തമായ വെളിച്ചം കിട്ടത്തക്ക രീതിയിലുള്ള സജ്ജീകരണം ഉണ്ടാകുന്നതാണ് എപ്പോഴും നല്ലത്. വെളിച്ചക്കുറവ് എപ്പോഴും കുട്ടിയെ പഠന പിന്നോക്കാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ ക്ലാസ് റൂമിൽ കേൾക്കുന്ന ശബ്ദവും താപനിലയും വെളിച്ചവും ഒക്കെ പഠനത്തെ സ്വാധീനിക്കുന്നു എന്ന തിരിച്ചറിവിൽ വേണം ക്ലാസ് റൂം സജ്ജീകരിക്കാനായിട്ട്. ഇനി നമുക്കറിയാം, കുട്ടികളുടെ പഠന നേട്ടവും അവരുടെ പഠന പുരോഗതി മാത്രമല്ല, അവരുടെ വ്യക്തിത്വ പുരോഗതിയും ഇതെല്ലാം ഉണ്ടാക്കുന്നതിന് അവന്റെ അന്തരീക്ഷം അവനിൽ വളരെ വലിയ സ്വാധീനമാണ് ഉണ്ടാക്കുന്നത്. അതിനെക്കുറിച്ചുള്ള വലിയ വലിയ ഗവേഷണങ്ങൾ നടന്നിട്ടുമുണ്ട്. സ്റ്റേജ് പബ്ലിക്കേഷൻ 2014 പുറത്തുവിട്ട ഗവേഷക റിപ്പോർട്ടുണ്ട്. അതിൽ പറയുന്നത് സ്വാഭാവികമായ വെളിച്ചം കൂടുതൽ ലഭിച്ചാൽ കുട്ടികൾക്ക് നല്ല പ്രവർത്തനം കാഴ്ചവെക്കാനാകുമെന്നാണ്. ഇത് മനസ്സിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ക്ലാസ് റൂമുകളിൽ സ്വാഭാവിക അന്തരീക്ഷം കിട്ടത്തക്ക രീതിയിൽ സജ്ജീകരണങ്ങൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ താപനിലയുടെ കാര്യത്തിലും തിമോത്തി ഡി വാക്കറിന്റെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, 20 ഡിഗ്രി സെൽഷ്യസിനും 30 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള താപനില പഠനത്തിന് ഏറെ അനുഗുണമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പരമ്പരാഗതമായി പ്രതികൂല സാഹചര്യം അനുഭവിച്ച പ്രഗത്ഭമതികളുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ അത്തരമുള്ള ആളുകളുടെ ചിത്രങ്ങൾ, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ലാസ് റൂമുകളിലും കൂടി സജ്ജീകരിക്കുന്നത് നല്ലതായിരിക്കുമെന്നും ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇത് കാണുമ്പോൾ സമൂഹത്തിന്റെ താഴേക്കിടയിൽ നിൽക്കുന്നു എന്ന് തോന്നുന്ന കുട്ടികൾ, അതുപോലെ സാമ്പത്തികമായി ഒരുപാട് പിന്നോക്കാവസ്ഥയിൽ നിന്ന് വരുന്ന കുട്ടികൾക്കൊക്കെ അതൊരു ഊർജമാണ്. ഇപ്പൊ അടുത്ത് നമുക്ക് പറയാം, നമുക്ക് ഈ അടുത്ത് IM വിജയൻ സാറിനൊക്കെ പത്മശ്രീ ലഭിച്ചിരുന്നു അല്ലെ, പത്മ പുരസ്കാരം ലഭിച്ചിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെയൊക്കെ ജീവിതം ആ ഒരു സമയത്ത് ചർച്ചയായിരുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹം ഒക്കെ മുന്നോട്ട് വന്നതും പഠനം പൂർത്തിയാക്കിയതും ഒക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള വ്യക്തികളുടെ ചിത്രങ്ങൾ, അവരുടെ നേട്ടങ്ങൾ ഒക്കെ കുട്ടികളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അത് പ്രചോദനകരമായിരിക്കും. അതൊക്കെ ക്ലാസ് റൂമുകളിൽ സജ്ജീകരിക്കാം. ഇനി ശാന്തമായ മുറിയായിരിക്കണം. ശാന്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാണാൻ അടുക്കും ചിട്ടയുള്ളതും കേൾക്കാൻ ശാന്തമായതും അനുഭവം കൊണ്ട് സുരക്ഷിതവും സുഖകരവുമായതുമാണ് ശാന്തത കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കാണാൻ അടുക്കും ചിട്ടയുള്ളതും കേൾക്കാൻ ശാന്തമായതും അനുഭവം കൊണ്ട് സുരക്ഷിതവും സുഖകരവുമായതാണ് ശാന്തമായ ക്ലാസ് മുറി. ഇത്തരത്തിലുള്ള ക്ലാസ് മുറിയാണ് നമുക്ക് വേണ്ടത്. ക്ലാസ് അലങ്കാരങ്ങൾ എപ്പോഴും മിതമായതായിരിക്കണം. ലാളിത്യപൂർണമായ പഠന ഇടമാണ് ആവശ്യമായിട്ടുള്ള പഠനോപകരണങ്ങൾ മാത്രം ക്ലാസ് റൂമിൽ പ്രദർശിപ്പിക്കാം കേട്ടോ. ഇനി ഗവേഷണം. ശാസ്ത്രത്തിലെ 6 പാഠങ്ങൾ കിൻഡർ ഗാർട്ടനിലെ കുട്ടികളെ പഠിപ്പിച്ച ഒരു ഗവേഷണമാണ്. ഇതിന്റെ ഗവേഷണമാണ്, അതായത് അവശ്യ പഠനോൽപ്പന്നങ്ങൾ മാത്രം പ്രദർശിപ്പിക്കുക എന്നതിന്റെ ഗവേഷണം. ചില പഠനവേളകളിൽ ക്ലാസ് ചുമർ എന്ത് ചെയ്തു? അലങ്കാര വസ്തുക്കൾ കൊണ്ടങ്ങ് നിറച്ചു. പക്ഷെ ഈ കിൻഡർ ഗാർട്ടനിലെ തന്നെ മറ്റു ചില സമയങ്ങളിൽ ആ അലങ്കാര വസ്തുക്കളെല്ലാം എടുത്തു മാറ്റി. ക്ലാസ് മുറി അലങ്കാരമയമാക്കിയപ്പോൾ ദൃശ്യാന്തരീക്ഷത്താൽ വ്യതിചലിക്കപ്പെട്ട കുട്ടികൾ വെറുതെ സമയം കളഞ്ഞു, കുറഞ്ഞ തോതിൽ പഠന നേട്ടം കൈവരിക്കുകയും ചെയ്തു. എന്നാൽ അല്ലാത്തപ്പോൾ നേർവിപരീതമായ അനുഭവമാണ് ഉണ്ടായത്. കുട്ടികൾ കൂടുതൽ ശ്രദ്ധാലുക്കളായി, അതുപോലെ തന്നെ നല്ല പഠന നേട്ടം കൈവരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്, പഠനോപകരണങ്ങൾ എപ്പോഴും പ്രദർശിപ്പിക്കണം, ചാർട്ടുകൾ എപ്പോഴും പ്രദർശിപ്പിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറുണ്ട് അല്ലെ, ഹാൻഡ് ബുക്കിലും ഒക്കെ ഉണ്ട്.
പക്ഷെ അത് നമ്മൾ യുക്തിപൂർവ്വം തിരഞ്ഞെടുക്കുക. എപ്പോഴും അത് അവ പ്രദർശിപ്പിച്ചാൽ അവയോടുള്ള താല്പര്യം കുട്ടിക്ക് കുറയും. മറിച്ച് നമ്മളിപ്പോ ഒരു അക്ഷരം കുട്ടിയിൽ ഊന്നൽ കൊടുത്ത് ഉറപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെന്ന് വെക്കുക. അതിനുതകുന്ന ഒരു ചാർട്ട് നമുക്ക് പ്രദർശിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് അത് എടുത്തു മാറ്റിയ ശേഷം അതേ ആശയം കുട്ടിയിൽ ഉറപ്പിക്കത്തക്ക രീതിയിലുള്ള അടുത്ത വ്യത്യസ്തമായ ഒന്ന് പ്രദർശിപ്പിക്കാം. വ്യത്യസ്തമായ ചാർട്ടോ അല്ലെങ്കിൽ അതിനെ ഒരു പിക്ചർ രൂപത്തിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അതിൽ ഒരു വ്യത്യാസം വരുത്തി നമുക്ക് വീണ്ടും ചെയ്യണം, വീണ്ടും ചെയ്ത് പ്രദർശിപ്പിക്കണം. ആവശ്യമില്ലാത്തതിനെ എടുത്തു മാറ്റാൻ പറ്റണം. എന്റെയൊക്കെ ക്ലാസ് റൂം നിറച്ചലങ്കരിച്ചതായിരുന്നു. പിന്നീടാണ് ഇത്തരം ആശയങ്ങളിലേക്ക് നമ്മൾ മാറുന്നത്. നിറയെ ക്ലാസ് പ്രവർത്തനങ്ങൾ, ചാർട്ടുകളിലെ വ്യത്യസ്ത ചിത്രങ്ങൾ. പക്ഷെ കുട്ടികളിൽ എന്തോ അത് താല്പര്യമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എങ്കിലും ഇങ്ങനെയും കൂടി പരീക്ഷിച്ചു നോക്കാമായിരുന്നു എന്ന് ഈ വിദ്യാഭ്യാസത്തിന് ഫിൻലൻഡ് മാതൃക എന്ന പുസ്തകം വായിച്ചതിന് ശേഷമാണ് കേട്ടോ തോന്നുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇനി ക്ലാസ് റൂം അന്തരീക്ഷം എങ്ങനെയുള്ളതായിരിക്കണം? നമ്മൾ ഭൗതിക സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. ക്ലാസ് റൂം അന്തരീക്ഷം ജനാധിപത്യ പൂർണ്ണമായിരിക്കണം. കുട്ടികൾക്ക് സർവ്വ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോഴും നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. പക്ഷെ ആശയ പ്രകടനത്തിൽ സ്വാതന്ത്ര്യം കൊടുക്കാം. അച്ചടക്ക ശീലം കുട്ടികളിൽ വേണം എന്ന് കരുതി കുട്ടികളെ അടിച്ചിരുത്തുക അല്ലെങ്കിൽ അവരെ മടുപ്പിക്കുക എന്നതല്ല. ആവശ്യബോധത്തിൽ നിന്നാണ് അച്ചടക്ക ശീലം ഉണ്ടാകേണ്ടത്. കുട്ടികൾ ഇങ്ങനെയാണ് ഞാൻ ക്ലാസ്സിൽ പെരുമാറേണ്ടത് എന്ന ബോധ്യം കുട്ടികളിൽ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടാകണം. കുട്ടികൾ കൃത്യമായും ഗ്രൂപ്പ് ആക്ടിവിറ്റികളിൽ പങ്കെടുക്കണം. അവരുടെ ആശയങ്ങൾ ഭയമില്ലാതെ പറയണം. ആശയപ്രകടനത്തിനുള്ള വേദികൾ ക്ലാസ് റൂമുകളിൽ സൃഷ്ടിക്കണം. അതിനുവേണ്ടി വ്യത്യസ്ത വ്യവഹാര രൂപങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താം. ക്ലാസ് റൂമിൽ വായനാമൂല ആവശ്യമാണ്. അതുപോലെ ശാസ്ത്രമൂലയും ഗണിതമൂലയും ഒക്കെ വേണം. ഇവയൊക്കെ കുട്ടികൾക്ക് അനുഭവിച്ചറിയാനുള്ള സമയം അധ്യാപിക നൽകേണ്ടതുണ്ട്. കൃത്യമായ ഒരു വേള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഇഷ്ടത്തിനുള്ള പ്രവർത്തനം തിരഞ്ഞെടുക്കാനുള്ള അവസരം കൊടുത്താൽ എവിടേക്കാണ് കുട്ടി ആദ്യം പോകുന്നത് എന്ന് നോക്കുമ്പോൾ തന്നെ, അതായത് ശാസ്ത്രമൂലയിലേക്കാണോ, ഗണിതമൂലയിലേക്കാണോ, പരിസര പഠന മൂലയിലേക്കാണോ, അതായത് ശാസ്ത്രമൂല അവിടേക്കാണോ, അതോ ഭാഷാ വിഷയങ്ങൾക്കാണോ പ്രാധാന്യം കൊടുക്കുക, ഇതൊക്കെ കാണുമ്പോൾ തന്നെ കുട്ടിയുടെ താല്പര്യം അധ്യാപികയ്ക്ക് തിരിച്ചറിയാനാകും. അങ്ങനെ കുട്ടികളുടെ താല്പര്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള ഒരിടം ആയിരിക്കണം ക്ലാസ് റൂം എന്നുള്ളത്. വ്യത്യസ്ത ആക്ടിവിറ്റികൾക്കുള്ള, അതായത് ആർട്ട്, ക്രാഫ്റ്റ് ഇവയ്ക്കൊക്കെയുള്ള സാധ്യത നമ്മളുടെ ക്ലാസ് റൂമിൽ സൃഷ്ടിക്കുകയും അതിനനുസരിച്ചുള്ള സമയം കൊടുക്കുകയും വേണം. അതുപോലെ തന്നെ കുട്ടികളുടെ ശ്രദ്ധ പിരീഡ് വളരെ കുറവാണ്. അപ്പോൾ അവരുടെ അറ്റൻഷൻ സ്പാൻ അനുസരിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ നൽകുകയും അത് കഴിഞ്ഞിട്ട് ഒരു ഇന്റർവെൽ എന്ന നിലയിൽ കുട്ടികൾക്ക് ഒരു 5 മിനിറ്റ് കൊടുത്ത് ആ 5 മിനിറ്റിലേക്ക് കുട്ടികളെ അവിടെ നിന്ന് ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിലേക്ക് കുട്ടിയെ കൊണ്ടുപോകുന്നത് അവന്റെ ശ്രദ്ധ കൂട്ടാനായിട്ട് സഹായിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം പ്രവർത്തനങ്ങൾ കൂടി ക്ലാസ് റൂമിൽ സംഘടിപ്പിക്കാം. ഉത്തരവാദിത്തങ്ങൾ കുട്ടികൾക്ക് തന്നെ നൽകാം. ക്ലാസ് റൂമിന്റെ ചുമതല പൂർണ്ണമായും കുട്ടികളുടേതായിരിക്കണം. ക്ലാസ് ലീഡർ സിസ്റ്റം നല്ലതാണ്, പക്ഷെ അത് ഒരാഴ്ച കൂടുന്തോറും മാറ്റം വരുത്തി ഓരോ കുട്ടിക്കും അവസരം കൊടുത്ത് മികച്ച നേതാവിനെ നമുക്ക് തന്നെ കണ്ടെത്താനും ആകും അതുവഴി. അങ്ങനെ ഓരോ കുട്ടിക്കും അവസരം കൊടുക്കണം. അതോടൊപ്പം തന്നെ ക്ലാസ്സിലെ ക്ലാസ് ലീഡർ മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ മന്ത്രി സ്ഥാനങ്ങൾ നൽകാം. വിദ്യാഭ്യാസ മന്ത്രി, ആരോഗ്യമന്ത്രി, അങ്ങനെ നമ്മുടെ കാർഷിക മന്ത്രി, അതായത് സ്കൂൾ ക്ലാസ് പൂന്തോട്ടം ഉണ്ടാകും അതൊക്കെ നോക്കാനായിട്ട്. പിന്നെ ഭക്ഷ്യവകുപ്പ് മന്ത്രി, കുട്ടികൾ ഭക്ഷണം പിന്നെ കൃത്യമായി കഴിക്കുന്നുണ്ടോ, ആരോഗ്യകരമായ ഭക്ഷണമാണോ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത്, കുട്ടികൾ സ്കൂൾ ഉച്ചഭക്ഷണം കൃത്യമായി കഴിക്കുന്നുണ്ടോ, അത് വേസ്റ്റ് ആക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഭക്ഷ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കണ്ടെത്താം. ജല വിഭവശേഷി കാർഷിക വകുപ്പ് ഒരാൾക്ക് കൊടുക്കാം. അതിൽ നമുക്ക് സ്കൂളുമായി ബന്ധിപ്പിച്ച് ചെയ്യാനുള്ളത് കൃഷിയിടത്തിൽ വെള്ളം ഒഴിക്കാനൊക്കെ കുട്ടികളെ ഏൽപ്പിക്കാം. അതുപോലെ കുട്ടികളുടെ വെള്ളത്തിന്റെ ഉപയോഗം അത് അനാവശ്യമായി പാഴാക്കുന്നുണ്ടോ എന്നത് നോക്കാം. കുട്ടികൾ കൃത്യമായ സമയത്ത് വെള്ളം കുടിക്കുന്നുണ്ടോ, ആവശ്യമായ എത്ര വെള്ളം കുട്ടികൾ കുടിക്കുന്നുണ്ടോ, ഇതൊക്കെ പരിശോധിക്കാം. ഇനി പിന്നെ ആരോഗ്യമന്ത്രിക്ക് ക്ലാസ് റൂമിന്റെ ശുചിത്വം ഏറ്റെടുത്ത് നോക്കാം. അതായത് കൃത്യമായി വേസ്റ്റ് ബിന്ന് സ്ഥാപിച്ചിട്ടുണ്ടോ, അതിൽ തന്നെയാണോ ആളുകൾ വേസ്റ്റ് ഇടുക, നഖവും മുടിയും പിന്നെ ശരീരവും ഒക്കെ കുട്ടികൾ വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ടോ, പഠിക്കാനിരിക്കുന്ന സ്ഥലം ക്ലീൻ ആയിട്ടാണോ വെക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരോഗ്യമന്ത്രിക്ക് നോക്കാം. അങ്ങനെ ഓരോ ചുമതലയും നമുക്ക് ഓരോ മന്ത്രിമാരെ വേണമെങ്കിലും ഏൽപ്പിക്കുമ്പോൾ കുട്ടികളിൽ ഉത്തരവാദിത്ത ബോധവും ഒക്കെ ഉണ്ടാവും.
അതുപോലെ ഗ്രൂപ്പ് ചുമതലയൊക്കെ നടത്തി ആ ഒരു രീതിയിൽ ശിശു സൗഹൃദപരവും ജനാധിപത്യപരവും ജ്ഞാനനിർമ്മിതിവാദത്തിൽ അധിഷ്ഠിതവുമായ ക്ലാസ് റൂം ആയിരിക്കണം. കുട്ടികൾക്ക് അറിവ് നിർമ്മിക്കാനുള്ള അവസരം കൊടുക്കണം. അവരുടെ ചോദ്യങ്ങളും സംശയങ്ങളും കൃത്യമായിട്ട് ടീച്ചർ പരിഗണിച്ച് അവയ്ക്ക് പരിഹാരം കണ്ടെത്തണം. ഇത്തരത്തിലുള്ള ഒരു ക്ലാസ് റൂം ആയിരിക്കണം നമുക്ക് വേണ്ടത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു ചെറിയ വോയിസ് ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്കത് ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി നമ്മൾ ആ ക്ലാസ് വിദ്യാലയത്തിന്റെ ടോപ്പിക്ക് അത് സെപ്പറേറ്റ് ആയിട്ട് പറയാം.